നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ അത് നമ്മുടെ അമ്മയുടെ അപ്പൻ്റെയും തെറ്റല്ല. എന്നെ പഠിപ്പിച്ചെടുത്തു എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യം. ചേച്ചി കരയരുത്, ഞാനിപ്പോൾ ഞാനൊരു നല്ല വീട്ടമ്മയല്ല. നല്ലൊരു അമ്മ എന്നും പറയാൻ പറ്റുമോയെന്ന് എനിക്കറിയത്തില്ല. നമ്മളെപ്പോഴും നമ്മളെ പിന്നിൽ നിന്ന് കുത്തുന്നവരെയും നെഗറ്റീവ് പറയുന്നവരെയൊക്കെ നമ്മളൊരു ശത്രുക്കളായിട്ടാണ് കാണുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശത്രുക്കളല്ല, അവരാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നവർ. നമുക്ക് അങ്ങനെ പിന്നിൽ നിന്ന് കുത്താൻ ഒരാളുണ്ടെങ്കിലേ ഒരു ആവേശം മുമ്പോട്ട് പോകാൻ വരുള്ളൂ. പക്ഷെ ഞാനൊരു സത്യാവസ്ഥ പറയട്ടെ, അമ്മയെ ട്രോളിയാണ് ഞാൻ കാശുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരാഴ്ച അടുപ്പിച്ച് വീട്ടിൽ അരിയില്ലായിരുന്നു. വെള്ളപ്പൊക്കം വന്ന് കൃഷിയെല്ലാം നശിച്ചു പോയി. ഞങ്ങൾക്കും അങ്ങനെ ചെറിയൊരു രക്ഷപ്പെടലുണ്ടായിരുന്നു. അതിന് ഈ പ്രളയം വരുന്നതിന് തൊട്ട് മുമ്പ് ചക്ക കുറെ കിട്ടി, വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പട്ടിണി കിടന്ന സമയത്ത് വീടൊന്ന് വൃത്തിയാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. കട്ടിലിനടിയിരുന്ന് കിട്ടിയത് 10 കിലോ ചക്ക വറുത്ത് ഞങ്ങൾ അതും കൊണ്ട് ജീവിച്ചു. അത് ഞങ്ങൾ താമസിക്കുന്നത് ശരിക്കും ഒരു പശുക്കൂട്ടില്ല. വീട്ടിലെ വളർത്തിൻ്റെ രീതി കാരണമാണോ അതോ ഞാൻ ഇനി മൂത്ത കാരണമാണെന്ന് അറിയത്തില്ല, എനിക്കില്ലല്ലോ എന്നുള്ളൊരു തോന്നല് എനിക്കുണ്ടായിട്ടില്ല. ഉള്ളത് കൊണ്ട് ഓണം പോലെയായിരുന്നു വീട്ടിലത്തെ എന്ത് കാര്യങ്ങളാണ്. സത്യം പറഞ്ഞാൽ ഇത്ര കാലം ജീവിച്ചതല്ല നമ്മള്. ഈ കഴിഞ്ഞ 10 വർഷക്കാലം നമ്മളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. സത്യം പറഞ്ഞാൽ നേരെ ഓർമ്മയില്ല, ബ്ലാങ്കാണ്. ചില കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഓർക്കും എന്ന് വെച്ചാൽ ചില പർട്ടിക്കുലർ നമുക്ക് അതുപോലെ മനസ്സിൽ തട്ടിലുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കുന്നല്ലാതെ ഇത് നമ്മൾ എന്താ ചെയ്തെന്നുള്ളത് നമുക്ക് അറിയത്തില്ല. ഇതൊരു പെട്ടെന്ന് പോയി. ഈ 10 വർഷക്കാലത്തിനകത്താണ് അല്ലെങ്കിൽ ഈ 8 വർഷക്കാലത്തിനകത്താണ് നമ്മളുടെ ജീവിതത്തിലുണ്ടായ എല്ലാ നല്ലതും മോശവുമായിട്ടുള്ള കാര്യങ്ങളുണ്ടായിട്ടുള്ളത്. അതിൽ കൂടുതലും എൻ്റെ അവാർഡുകൾ തന്നെ എടുത്താൽ അറിയാം. സ്റ്റേറ്റ് അവാർഡ് തൊട്ട് ഇങ്ങ് വന്ന ഒരുപാട് അവാർഡുകൾ. എൻ്റെ ഡ്രസ്സുകളൊന്നും തന്നെ ഞാൻ മേടിക്കുന്ന ഡ്രസ്സുകളല്ല ഇതുപോലും. ഇത് മനസ്സിലാക്കാലോ, ഞാൻ ഇടുന്നതൊന്നും എൻ്റെ അല്ല, മമ്മിക്ക് കൊടുക്കുന്നത് നടിച്ചു മാറ്റി. ഇന്ന് എന്നോടൊപ്പം ബിൻസി ചേച്ചിയും മോളുമാണ്. നമസ്കാരം ചേച്ചി. ഒരു വർഷത്തിന് ഒരു വർഷമായി നമ്മൾ തമ്മിൽ കണ്ടു. കഴിഞ്ഞ വർഷം ഇതേ സമയം നമ്മൾ കണ്ടു. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര പ്രമോഷൻ ആയിരുന്നു. അന്ന് കാണാത്തത് ജിനുവിനെ മാത്രം, അതുകൊണ്ട് ഇവിടെ കൊണ്ട് വെച്ചത്. ജിനുവിനോട് തെരുതൽ ചോദിക്കുന്നത് എന്നെ എന്തിനാ ഇവിടെ വെച്ചിരിക്കുന്നത്, ഞാൻ ഒരു പ്രോപ്പർട്ടി ആയിട്ട് വെച്ചേക്കുന്നതാണ്. പക്ഷെ ചേച്ചിക്ക് അതൊന്നുമല്ല. ചേച്ചി എന്നോടൊരു കാര്യം പറഞ്ഞു, ജിനുവിനെ ട്രോൾ ചെയ്ത് കാശ് കിട്ടും. സ്വന്തം മകളെ ട്രോളി ജീവിക്കുന്ന ഒരു അമ്മയാണ് നിങ്ങൾക്ക്. ജിനു അമ്മ പറഞ്ഞു കേട്ടോ, എന്നോട് വന്നപ്പോൾ പറയാം, ജിനുവിനെ ട്രോൾ ചെയ്യാൻ എനിക്ക് കാശ് കിട്ടില്ല. ചേച്ചിയുടെ കൃഷിയോ കാര്യങ്ങളോ കാണിച്ചിട്ട് കാര്യമില്ല, അതിന് പൈസ കുറവാണ്. അത് ജിനു എങ്ങനെയാണ് പ്രതികരിക്കണം ജിനു? പക്ഷെ ഞാനൊരു സത്യാവസ്ഥ പറയട്ടെ, അമ്മയെ ട്രോൾ ചെയ്യണം എനിക്ക്, അമ്മയെ ട്രോളിയാണ് ഞാൻ കാശുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സത്യം. കാശെന്ന് പറയുമ്പോ ഓർമ്മ ലക്ഷങ്ങളാണെന്നൊക്കെ വിചാരിക്കും. മുട്ടായി മേടിക്കാൻ പൈസ, സുക്കരണം തരുന്ന കുറച്ച് കാശ്, മുട്ടായി മേടിക്കാൻ പൈസ. അതെന്നെയെന്നറിയോ, അമ്മ ഇങ്ങനെ പോസ്റ്റ് ഇടുമ്പം നമുക്ക് വീട്ടിലുള്ളവർക്കായതുകൊണ്ട് കളിയാക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. ചെറുതായിട്ടൊരു ട്രോളി അങ്ങ് എഴുതും, എന്നുവെച്ചാൽ നെഗറ്റീവ് അല്ല, ഒരു സ്റ്റെപ്പ്. അപ്പം ഇത് കാണുമ്പോൾ ആൾക്കാർ ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മൾ കുടുംബത്തിലുള്ള ഇൻട്രാക്ഷൻ ആണല്ലോ നടക്കുന്നത്, എല്ലാവരുടെയും കൂടി ഒരു ഇതാണ്. അതിന് എന്നെ 300-400 ലൈക്ക് കിട്ടാൻ തുടങ്ങി. അങ്ങനെ അവരെല്ലാം എന്നെ ഫോളോ ചെയ്യും. അങ്ങനെ വന്ന് 5000. മോണിറ്റൈസേഷൻ കിട്ടിയത് എങ്ങനെയാണെന്നറിയോ? പോസ്റ്റ് ഇട്ടിട്ടല്ല, എന്റെ പോസ്റ്റിൽ കമന്റ് ഇട്ട് മാത്രം മോണിറ്റൈസ് കിട്ടിയ ആളായിട്ട്. ബാക്കിയെല്ലാം കഷ്ടപ്പെടുമ്പോൾ ഒരു പ്രശ്നമില്ല. അതെങ്ങനെയാന്ന് എനിക്കും അറിയത്തില്ല. നമ്മുടെ പോസ്റ്റിൽ കമന്റ് ഇടുമല്ലോ, അങ്ങനെ കമന്റ് ഇട്ട് ആളുകൾ ഇവിടെ ലൈക്ക് ചെയ്യാൻ തുടങ്ങി, ഫോളോ ചെയ്യാൻ തുടങ്ങി. ഇവിടെ പോസ്റ്റ് ഇടാതെ തന്നെ ഇവൾക്ക് മോണിറ്റൈസേഷൻ കിട്ടി. അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇവള് പോസ്റ്റുകൾ ഇടാൻ. ചേട്ടായിയാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ആള്. ചേട്ടായിനെ വിൽക്കാറില്ലേ അന്നേരം? ഫോട്ടോ കിട്ടത്തില്ല. അത് അന്നും വന്നപ്പോ എന്നോട് പറഞ്ഞു, പക്ഷെ എനിക്ക് പണിയുണ്ട്, നിങ്ങൾ എന്നാണ് വേണേ കാണിക്കുന്നത്. ആര് വന്നെന്ന് പറഞ്ഞാലും വീഡിയോ എടുക്കാനായാലും എന്തായാലും ചേട്ടായി അതിലൊന്നും അല്ല ചേട്ടായിയുടെ മൈൻഡ് ഉള്ളത്. ചേട്ടായിയുടെ മൈൻഡ് ചേട്ടായി എന്താണോ ജോലി ചെയ്യുന്നത് അതിലാണ് ചേട്ടായിയുടെ മൈൻഡ് മൊത്തം ഉള്ളത്. അവിടെ ഇപ്പൊ ആര് സെലിബ്രിറ്റി, ഇപ്പൊ ശരണ്യ സെലിബ്രിറ്റി വരുന്നത് എനിക്ക് മാത്രമാണ് സെലിബ്രിറ്റി. ചേട്ടായിയെ സംബന്ധിച്ച് ഏതോ ഒരു കൊച്ചു വന്നിട്ട് പോകുന്നു, അപമാനം. അല്ല, പപ്പ നോക്കുമ്പോണ്ടല്ലോ, പപ്പയ്ക്ക് ഇന്ന കാര്യം ഇന്ന് തീർക്കണമെന്നുണ്ട്, അത് തീർക്കണം. അതിപ്പം വേറെ ആരുടെയും പുറകെ പോയാൽ അന്ന് ദിവസം പണി നടക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് മമ്മി ഈ വഴിക്ക് പോകുമ്പോൾ പപ്പ ആ വഴിക്ക് പോയി പരിപാടി. പക്ഷെ ശരിക്കും എനിക്ക് തോന്നുന്നു, എന്നെ കാണുമ്പം എല്ലാവർക്കും ഒരു സന്തോഷം ഉണ്ടെങ്കിലും എല്ലാവരും ചോദിക്കുന്നത് ചേട്ടായിയുടെ കാര്യമാണ്. ഞങ്ങൾക്ക് ചേട്ടായിയെ കേട്ടോ ഇഷ്ടമെന്ന് എന്നോട് എപ്പോഴും. നമുക്കതാണല്ലോ ഭയങ്കര സന്തോഷം. നമ്മളെക്കാൾ കൂടുതൽ നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് ഉള്ളവരെ സ്നേഹിക്കുന്നു എന്നറിയുമ്പോഴല്ലേ നമുക്ക് ഭയങ്കര സന്തോഷം. എവിടെ ചെന്നാലും അതെ. ഇതൊക്കെ ചേട്ടായി
അല്ല അത് ചേച്ചി അത് ഞാൻ പറഞ്ഞില്ല ചേട്ടാ ഒരു സൈലന്റ് ആണല്ലോ നമുക്കറിയാം നമ്മളിപ്പോ നമ്മളെ ഒരു വീട്ടിലെ വീഡിയോ ഇപ്പൊ ഒരുപാട് ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ടല്ലോ അപ്പൊ അവരൊക്കെ കാണുമ്പോൾ നമുക്ക് അതിൽ ഒരു ക്യാരക്ടേഴ്സിന് എല്ലാവരും ഇഷ്ടമായിരിക്കും ഒരു ക്യാരക്ടറോട് പ്രത്യേക സ്നേഹം ഒരു പേര് അതാണ് ചേട്ടായി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പം അത് മാത്രമല്ല നിങ്ങളുടെ ഫാമിലി ഇപ്പൊ ചേച്ചി തന്നെ അന്ന് പറഞ്ഞിരുന്നു നമ്മൾ ഒത്തിരിയും കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടം വരെ വന്നത് അതില് കട്ടയ്ക്ക് നിൽക്കുക എന്ന് പറഞ്ഞ ചില്ലറ കാര്യമല്ല അത് ചേട്ടായി നന്നായിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ 3 പിള്ളേര് ഒന്നുമില്ലാതെ ഇപ്പൊ ചേച്ചിക്ക് തന്നെ അറിയാം അന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാതെ ഇവളെ നേഴ്സല്ലേ കുഞ്ഞ് നേഴ്സാക്കണമെങ്കിൽ തന്നെ സാധാരണക്കാരൻ ഇപ്പൊ നഴ്സിംഗ് എന്ന് പറഞ്ഞ വലിയ സംഭവമല്ലായിരിക്കും പക്ഷെ ഒരു സാധാരണക്കാരന്റെ നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ ഹിമാലയൻ ടാസ്ക് അതാക്കി അതിനകത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാല് എനിക്ക് ഒരു ബാധ്യതയും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു രൂപ ലോൺ എടുത്തിട്ടില്ല. അല്ല നമ്മൾ അന്ന് ഈ കഷ്ടപ്പെട്ട സമയത്തും എന്റെ പേരിൽ ഒരിക്കലും ബാധ്യത വരരുതെന്ന് കരുതിയിട്ട് 1 രൂപ പോലും ലോൺ എടുക്കാതെ ആണ് പഠിപ്പിച്ചത് ഈ കൃഷി എന്നുള്ള കാര്യം. ഇപ്പോൾ ഉള്ളതിന് അത്യാവശ്യം നമുക്ക് ലോൺ എടുത്താലേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. കാരണം അത്രയും പൈസ വേണം നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി. പക്ഷെ ആ സമയത്തും പൈസ ഒട്ടും ഇല്ലാതിരുന്നിട്ടും അവിടെ നിന്ന് മറിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടാണെങ്കിലും ലോൺ എടുക്കാൻ ആ സമയത്ത് തന്നെ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവളുടെ ഓരോ ഫീസ് അടയ്ക്കേണ്ട സമയത്തൊക്കെ ഒരുപാട് പേരിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അല്ല ചേച്ചി അത് അങ്ങനെയാണല്ലോ മനുഷ്യനെ ഹെൽപ്പ് ചെയ്യണ്ട. ഒരുപാട് പേരുടെ ഹെൽപ്പ് കൊണ്ടും കൂടെ കേട്ടോ ഞാൻ ഇവിടം വരെ എത്തിയത്. അതിപ്പോ നമ്മൾ രണ്ടുപേരും നമ്മൾ പറയാനാണെങ്കിൽ അക്ക വിട്ട് നിർത്തേണ്ടി വരും. നമ്മളിവിടെ ഇരിക്കുമ്പോൾ നമ്മളെപ്പോഴും എല്ലാവരും പറയും ഞാൻ ഇവിടെ വരെ എത്തി എന്നെ പിന്നിൽ നിന്ന് കുത്തിയവര് അവരെ പോലും ഓർക്കാൻ സമയമില്ല. കാരണം അവരുടെ പേരൊക്കെ മാഞ്ഞു പോയി. കാരണം അത്രയും പേര് നമ്മളെ കൂടത്തിൽ നിർത്താനുണ്ടല്ലോ. പക്ഷെ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. നമ്മളെപ്പോഴും നമ്മളെ പിന്നിൽ നിന്ന് കുത്തുന്നവരെയും നെഗറ്റീവ് പറയുന്നവരെയൊക്കെ നമ്മളൊരു ശത്രുക്കളായിട്ടാണ് കാണുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശത്രുക്കളല്ല, അവരാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നവര്. നമുക്ക് അങ്ങനെ പിന്നിൽ നിന്ന് കുത്താൻ ഒരാളുണ്ടെങ്കിലേ ഒരു ആവേശം മുമ്പോട്ട് പോകാൻ വരുള്ളൂ. ഇപ്പൊ നമുക്ക് ഞാൻ പറയട്ടെ, ഇപ്പം നമ്മൾ അവരോടല്ല ഫൈറ്റ് ചെയ്യേണ്ടത്, അവരോട് ഫൈറ്റ് ചെയ്യരുത്. നമ്മൾ നമ്മുടെ വഴിക്ക് ഇങ്ങനെ മുമ്പോട്ട് പോയി. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്നൊരു കാര്യം, ഒരാൾ ഒരു പടി ചവിട്ടി നമ്മളെ താഴ്ത്തിയാൽ നമ്മൾ അവിടുന്ന് കുതിച്ച് 3 പടി മുകളിലേക്ക് കയറണമെന്ന് ഞാൻ പറയും. അതാണ് നമ്മളുടെ ശരിക്കും വിജയത്തിൻ്റെ ഒരു വഴിയെന്ന് പറയുന്നത്. അത് തന്നെയാണ് ശരിക്കും. നമ്മളെ കുത്താൻ ഒരാളില്ലെങ്കിൽ നമ്മൾ നിന്നു പോകുന്നുള്ളത്. അവിടെ ഒരു കണക്കിന് നോക്കി ഇത്ര നാളും വന്ന വഴിയും അങ്ങനെ തന്നെയായിരുന്നു. നമ്മളെവിടാണോ നമുക്ക് കയറി പോകാൻ പറ്റാ സ്റ്റക്കായിട്ട് കുറെ പേര് കാരണം തടസ്സം നിന്നത്, അവിടുന്ന് വഴി തിരിച്ചു വിട്ടത് അതിലും വലിയ സ്ഥലത്തോട്ട്. ശരി, വഴി തിരിഞ്ഞു പോയി എന്നുള്ളതാ. ഇപ്പൊ നമ്മൾ ഒരിടത്ത് സ്റ്റക്കായി നിന്ന് പോകേണ്ടടുത്തുനിന്ന് നമ്മൾ വഴി തിരിച്ച് അവർ തന്നെ നമ്മളെ വഴി തിരിച്ച് വേറൊരു റൂട്ടിന് വിട്ടെന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായും ചേച്ചി. അതായത് നമ്മൾ ആ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ഇവരെന്താ ഇങ്ങനെ ചെയ്തതെന്ന് വെച്ച് തലതല്ലി കരയാതെ ഓക്കെ നെക്സ്റ്റ് കരയും. നമ്മൾ മാനസികമായിട്ട് നമ്മൾ ഒരുപാട് വിഷമിക്കും. നമ്മൾ വിഷമിക്കുന്നതിന്റെ പീക്ക് ലെവലിൽ വരെ നമ്മൾ എത്തും. പക്ഷെ അതിനപ്പുറത്ത് നമ്മളൊരു സൊല്യൂഷൻ കാണണം. തീർച്ചയായും ചേച്ചി. കണ്ടില്ലെങ്കിൽ നമ്മൾ അവിടെ തോറ്റുപോയില്ലേ, അവരവിടെ ജയിച്ചില്ലേ. നമുക്ക് അവര് ജയിക്കുമോ തോക്കുമോ എന്നുള്ളതല്ല നമ്മുടെ വിഷയമല്ല, നമ്മൾ ജയിക്കുക എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അത്രയേ ഉള്ളൂ. ഇപ്പം ജിനു പറഞ്ഞതിൽ ഒരു വലിയ കാര്യമുണ്ട്. മറ്റേ ഇപ്പം പലരും സാധാരണക്കാരനെ നഴ്സിങ്ങിന് പഠിപ്പിക്കാൻ ലോൺ എടുക്കും. എന്നിട്ട് ബാധ്യത കുഞ്ഞുങ്ങൾക്കാണ്. അത് എൻ്റെ ഫാമിലിയിൽ ഞാൻ അനുഭവിച്ചത്. എൻ്റെ ബ്രദർ നേഴ്സാണ്. അപ്പം അവൻ നഴ്സിങ്ങിന് പഠിക്കാൻ വേണ്ടിയിട്ട് ലോൺ എടുത്താൽ വിട്ടത്. അന്നത്തെ കാലത്ത് അതേ പഠിച്ചുള്ളായിരുന്നു. അവൻ പഠിച്ചിറങ്ങി കഴിഞ്ഞിട്ട് ലോൺ അടയ്ക്കാൻ പറ്റിയില്ല. പിന്നീട് എൻ്റെ അച്ഛൻ മരിച്ചു. പിന്നെ എൻ്റെ ബ്രദർ അതിൽ നിന്ന് മാറി വേറെ ജോലിയായി. ആ ജോലി ആയപ്പോഴത്തേക്കും പിന്നെ ഓട്ടോമാറ്റിക്കലി ഇത് നമുക്ക് സെറ്റിൽ ചെയ്യേണ്ടിയാണ് വന്നത്. മനസ്സിലായി? നമുക്ക് ഒരുപാട് സാധാരണക്കാരൻ ഇതൊക്കെ എല്ലാവരുടെയും പ്രതീക്ഷ പഠിപ്പിക്കാൻ വിടുക, വെളിയിൽ വിടുക, ആ ലോൺ തീർക്കാന്നുള്ളത്. പക്ഷെ നമ്മളെ പോലെ ഒരു ബേസ് ഇല്ലാത്തവര് ഇത്തിരി പാടാണ്. ഇത്തിരി എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ പാടാണ്. അല്ല, ഇപ്പൊ മമ്മിയുടെ അടുത്താണെങ്കിലും പറഞ്ഞു, കൊച്ചു പഠിച്ചു കഴിഞ്ഞല്ല, പിന്നെ പെട്ടെന്ന് പുറത്തോക്ക് നടക്കത്തില്ല. ഇല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലും അവിടെ വേണം. പറയുന്നത്ര എളുപ്പമല്ല, പുറത്ത് നിൽക്കുന്ന പോലെ എളുപ്പമല്ല. വെളിയിലേക്ക് അല്ലെങ്കിൽ പുറത്ത് ആരെങ്കിലും ഉണ്ടേ തന്നെ നമ്മളുടെ ഭാഗം കുറെ കാര്യങ്ങൾ ഇങ്ങനെ കിടക്കുക. നമുക്ക് അതിനെ കുറിച്ച് ഒരറിവില്ലാത്തവരാ. എന്നുവെച്ചാൽ നമുക്ക് ബേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റിനുള്ളവർ ഒത്തിരി പേരുണ്ടെങ്കിലും ഒത്തിരി പേരെന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ മൂലയ്ക്കുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണ്. എല്ലാവരും നമ്മളുടെ നല്ല കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നവരാണ്. അപ്പൊ നമുക്കിത് ഏത് ചൂസ് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇനി അല്ലെങ്കിൽ എങ്ങോട്ടാ പോകണ്ടേന്ന് അറിയില്ല. മൊത്തത്തിൽ കൺഫ്യൂഷൻ സ്റ്റേജ് ആയിരിക്കും. അതുകൊണ്ട് പറയുന്നത്ര എളുപ്പമായിട്ട് സത്യം പറഞ്ഞാൽ പുറത്ത് പോകുന്നത്. അല്ല, അത് ഞാൻ പറഞ്ഞില്ല, അതും നമുക്കൊരു വലിയ എന്താ പറയാ, സാധാരണക്കാർക്ക് വെളിയിൽ പോകുന്ന അതൊരു ഹിമാലയൻ ടാസ്ക് തന്നെയാണ് ഞാൻ പറഞ്ഞത്. കാരണം നമ്മളെ അറിയുന്നവർ പറയും അവിടെ പോയതാന്നല്ല. അപ്പൊ നമ്മളെല്ലായ്പ്പോഴും നമ്മുടെ കയ്യിൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കയ്യിലുള്ളത് 2 രൂപയായിരിക്കും. നമ്മൾ ആലോചിക്കുന്നത് വെറും 2 രൂപ, 1 രൂപയ്ക്ക് പോയി വരാമോ നമ്മൾ. പക്ഷെ നമ്മൾ അന്വേഷിച്ച് ചെല്ലുന്നിടത്തെല്ലാം 2ന്റെ ഇരട്ടി 20 ആയിരിക്കും നമ്മൾ കൊടുക്കേണ്ടി വരുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ കണ്ടു. നേരെ മറിച്ച് ഇപ്പൊ അത്യാവശ്യം വെളിയിലൊക്കെ ഉള്ള ആൾക്കാരുള്ള റിലേറ്റീവ്സ്, കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ
അവർക്ക് പോകാൻ എളുപ്പമാണ്, കാരണം വേറെ ഒന്നും നോക്കണ്ടല്ലോ. സത്യം. ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങൾ കോട്ടയംകാരാണ്, അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കൂടുതലും വിദേശത്തുള്ളവരുണ്ട്, ഇല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പോയവരുണ്ട്, കൊണ്ടുപോയവരുണ്ട്, കൊണ്ടുപോകും. എളുപ്പമാണ്, കുറച്ചുകൂടെ എളുപ്പമാണ്. പക്ഷെ നമ്മളെപ്പോലുള്ളവർക്ക് എത്താൻ ഇപ്പം ദുബായിയാണ് എല്ലാവരും ഓപ്റ്റ് ചെയ്യുന്നത് അല്ലേ, പെട്ടെന്ന് ദുബായ് ചെല്ലുക, അവിടെ നിന്ന് എടുത്തിട്ട് വെളിയിലേക്ക് പോവാം. എല്ലാവരുടെയും പ്രതീക്ഷ എന്നോടൊക്കെ പറഞ്ഞിട്ടുണ്ട് മുഖത്ത് നോക്കി, നഴ്സിംഗ് പഠിച്ചിരുന്ന ഇന്ന് വെളിയിൽ പോയിട്ട് സെറ്റിൽഡ് ആവാമല്ലോ അല്ലേ. അല്ല, നഴ്സിംഗ് ഒരു ബെറ്റർ ഓപ്ഷനാണ്, ബെറ്റർ സാധാരണക്കാരെ സംബന്ധിച്ച് ആണ്, ബെറ്റർ ഓപ്ഷനാണ്. പക്ഷെ എത്രത്തോളം പോകാൻ പറ്റുമെന്നുള്ളൂ. എത്ര പിള്ളേർ വെറും 10 രൂപയ്ക്കും 15 രൂപയ്ക്കും ഇവിടെ എപ്പോഴും പണിയെടുക്കുന്നു ഇല്ലേ? ഇഷ്ടം പോലെ ആൾക്കാരില്ലേ, ഒരുപാട് ആൾക്കാരുണ്ട്. ഇവിടെ തന്നെ നഴ്സിങ്ങിന് വെളിയിലേക്ക് പോയി എത്ര പേര് കെയർ ഹോമിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിടിച്ചു നിൽക്കാനൊക്കെ പാടാണ് ഈ ലോകത്ത്, ഇത്തിരി പാടാണ് പിടിച്ചു നിൽക്കാൻ. ജിനു, ഞാൻ അന്ന് അമ്മയുടെ ഒക്കെ ഞങ്ങൾ സംസാരിച്ചപ്പം ചേച്ചി ഒരുപാട് നിങ്ങൾ മറ്റേ വണ്ടിപ്പെരിയാർ അല്ലേ ചേച്ചി, വണ്ടിപ്പെരിയാർ താമസിച്ചാലും പറഞ്ഞു. ഇപ്പം നമ്മളൊക്കെ ചെറുതില്ലേ, ഇപ്പം ജിനുവിൻ്റെ ഒക്കെ ചെറുതില്ലേ അമ്മയും അച്ഛനും കൂലിപ്പണി, അത് നമ്മളെ ചുറ്റുമുള്ളത് കൂലിപ്പണി ആയതുകൊണ്ട് നമുക്കതിൽ ഫീലില്ല, നമുക്കൊരു ഫീലില്ല. പക്ഷേ നമുക്കൊരു ഫീല് വരുന്നത് കുറച്ചുകൂടെ നല്ല ആ ഡ്രസ്സ്, ഭക്ഷണം, ആളുകളൊക്കെ നിൽക്കുമ്പോൾ നമുക്കത് പറ്റണില്ല. പക്ഷെ നമുക്കത് ചോദിക്കാനും പറ്റത്തില്ല. നമുക്കറിയാം നമ്മുടെ വീട്ടിലെ സാധനം. ചേച്ചി എന്നോടൊന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു കീറിയ നൈറ്റ് എനിക്ക് പറയുമ്പോൾ തന്നെ എനിക്ക് സങ്കടം വരുന്നത്. അങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ അമ്മയും അച്ഛനും നടക്കുന്നത് അങ്ങനെയാണെന്ന് നമുക്കറിയാം. അങ്ങനൊരു ചെറുപ്പകാലത്തിൽ ജിനു ആഗ്രഹിച്ച എന്തായിരുന്നു എന്നെങ്കിലും? ഒന്ന്, നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ അത് നമ്മുടെ അമ്മയുടെ അപ്പൻ്റെയും തെറ്റല്ല. കാരണം അവരവരുടെ മാക്സിമം ചെയ്തിട്ടുണ്ട്. എന്നെ പഠിപ്പിച്ചെടുത്തു എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. ചേച്ചി കരയരുത്, ഞാനിപ്പോൾ കരയും. ഞാൻ അന്ന് അമ്മയായിട്ട് ഇന്റർവ്യൂ എടുത്ത കാര്യം ഞാൻ ഇന്നും ചേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ട് ചേച്ചി. കാരണം ചേച്ചി അത് പറയുമ്പോഴുള്ളൊരു ഫീല്, എൻ്റെ അമ്മ എൻ്റെ സ്കൂൾ മീറ്റിങ്ങിന് വന്നതേ, അമ്മയുടെ അടിപ്പാവാട ഉണ്ടല്ലോ മുഴുക്ക റബ്ബറിന്റെ പശയാണ്, റബ്ബർ പാലിൻ്റെ ഇതാണ്, ഒട്ടുപാല് പറ്റാത്തൊരു പാവാട എൻ്റെ അമ്മച്ചിക്കില്ലായിരുന്നു. അതിട്ടിട്ട് വന്നിട്ട് എൻ്റെ അമ്മച്ചി ഇങ്ങനെ മുടി പിന്നിടാം, അന്നൊന്നും ക്ലിപ്പൊന്നും ഇല്ല, ഇങ്ങനെ ചുമ്മാ 3-4 പിന്നില എൻ്റെ അമ്മച്ചിക്കുള്ളൂ. അപ്പം ഞാൻ എൻ്റെ അമ്മച്ചോട് പറഞ്ഞിട്ടുണ്ട്, അമ്മച്ചി എൻ്റെ സ്കൂളിൽ വരണ്ട, എനിക്ക് നാണക്കേടന്ന്, നമ്മൾ ചെറുപ്രായമല്ലേടാ, നമുക്കൊന്നും ഇന്നാണെങ്കിൽ ഞാൻ പ്രൗഡാണ്, എൻ്റെ ബോധം വന്നല്ലോ. അത് നമ്മൾ കാണുന്ന അങ്ങനെയല്ലല്ലോ. അത് ഞാൻ എനിക്ക് ജോലി കിട്ടിയപ്പോൾ ആദ്യം ചെയ്തത് അമ്മയ്ക്ക് കുറേ സാരി വാങ്ങിച്ചു കൊടുക്കും. അത് അമ്മയ്ക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളല്ല, അമ്മയ്ക്ക് ഇഷ്ടറിയാനല്ല. ഞാൻ പറഞ്ഞതാണ്, എൻ്റെ അമ്മ അങ്ങനെ നടക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഇന്ന് ഞാൻ എൻ്റെ അമ്മച്ചി ഒരു വല്ലാത്ത സാരി എടുത്തു തളയാ നിങ്ങൾ എന്തായാലും എടുക്കുന്നത് ഇല്ലാഞ്ഞിട്ടല്ല. ഇപ്പോൾ നമുക്ക് കഴിവുണ്ട്, നമുക്കത് ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ട്. അതെനിക്ക് അന്ന് ചേച്ചി പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് അല്ല, എനിക്ക് ആ സമയത്ത് നമ്മൾ കൃഷിയിലേക്ക് വന്ന ആ സമയം കൂലിപ്പണി ചെയ്യുമ്പോൾ നമുക്കറിയാം ആഴ്ച അവസാനം നമുക്കൊരു തുക കയ്യിൽ കിട്ടുമെന്നറിയാം. ഇപ്പം 600 രൂപ 500 രൂപ അല്ല 300 രൂപയാണ് നമുക്ക് ശമ്പളമെങ്കിൽ 6-18 1800 രൂപ നമുക്ക് ആഴ്ച അവസാനം കിട്ടുമെന്നറിയാം. പക്ഷെ ഇതുപോലൊരു കൃഷിയിൽ, അതും പാട്ടത്തിനടുത്തുള്ള കൃഷിയിൽ നമുക്ക് എന്ത് കിട്ടുമോ കിട്ടുകയില്ലയോ, കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെ ഇത് ഒരു വലിയ മഴ പെയ്താൽ തീർന്നു പോയി. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു വന്നത്. അപ്പോൾ ആ സമയത്തൊന്നും പിന്നെ ഇവർക്കൊന്നും നല്ല ഡ്രസ്സോ, എനിക്കത് പെട്ടെന്ന് എനിക്ക് സങ്കടം, ശരണ്യ പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടം വന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇവളെ അല്ല വിചാരിച്ചത്, ഞാൻ അവന്മാരെയാണ്, ജെഫിനെയും ജെറിനെയൊക്കെയാണ് വിചാരിച്ചത്. നമ്മളിപ്പം അവർക്ക് ഒരു പാൻറ്റും 2 ഷർട്ടും അങ്ങനെയൊക്കെ അതേ ഉള്ളൂ. എന്നിട്ട് ഈ ഒരു പാൻറ് ഇട്ടിട്ട് ഈ ഒരു ഷർട്ട് നന്നായിട്ട് സൂക്ഷിച്ച് കഴുകി അടുത്ത കാലം വരെ ഈ അടുത്ത നാളിൽ ഒരു 2 ആഴ്ച ആയതേ ഉള്ളൂ, ജെറിൻ എന്നോട് പറയുമായിരുന്നു, ഇളയാൾ എന്നോട് പറയുമായിരുന്നു, അമ്മ ഇപ്പം നമുക്ക് എവിടെ പോകണമെങ്കിലും ടെൻഷൻ ഇല്ലല്ലോ, കാരണം എടുത്തിട്ടുകൊണ്ട് പോകാൻ ഡ്രസ്സ് നമുക്കിപ്പോൾ ഉണ്ടല്ലോ എന്ന് വലിയ കാര്യമായിട്ട് ഇളയാൾ വന്ന് പറയുക. അപ്പോൾ എനിക്ക് ഭയങ്കര പ്രൗഡ് തോന്നി, നമുക്കൊരു അഭിമാനം തോന്നി. അന്ന് അത്രയും കഷ്ടപ്പെട്ടെങ്കിലും ഇന്ന് നമുക്ക് ഇടാനും കഴിക്കാനും ഒക്കെ ഉണ്ടല്ലോ. അല്ല, അത് നമ്മൾ ഈ കുഞ്ഞിലിരിക്കുമ്പോൾ എനിക്ക് ജിനുവിനെ മിസ് ചെയ്തുകൊണ്ട് തന്നെയാണ്. അപ്പം ജിനുവിനൊരാഗ്രഹം ഉണ്ടാണല്ലോ, എന്തെങ്കിലും എൻ്റെ കാരണന്മാർക്ക് എന്തെങ്കിലും. അതാണ് ഞാൻ ജിനുവിനെ, നമ്മൾ കൂട്ടത്തിലുള്ള പിള്ളേരുമായിട്ട് കമ്പയർ ചെയ്യുകയും അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ. പക്ഷേ വീട്ടിലെ വളർത്തിൻ്റെ രീതി കാരണമാണോ അതോ ഞാൻ ഇനി മൂത്ത കാരണമാണെന്ന് അറിയത്തില്ല, എനിക്കില്ലല്ലോ എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിട്ടില്ല. ഉള്ളത് കൊണ്ട് ഓണം പോലെ ആയിരുന്നു വീട്ടിലത്തെ എന്ത് കാര്യങ്ങളാണ്. അതിപ്പം എന്താന്ന് പറയാനല്ലോ അതെ ചേച്ചി. ഇപ്പം ഇപ്പം ഡ്രസ്സിൻ്റെ കാര്യം മാത്രമല്ല, ഫുഡാണല്ലോ അതെ. 2018 അതെപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുന്ന കഥയാട്ടോ. ഒന്ന്, ഒരാഴ്ച അടുപ്പിച്ച് വീട്ടിൽ അരിയില്ലായിരുന്നു. വെള്ളപ്പൊക്കം വന്ന് കൃഷിയെല്ലാം നശിച്ചു പോയി. അപ്പോൾ നമ്മൾ വീടൊക്കെ നമ്മളുടെ സ്വന്തമായിട്ടുണ്ടായിരുന്ന 9 സെൻറ്റ് സ്ഥലവും വീടും പണയം വെച്ചിട്ടാണല്ലോ നമ്മൾ കുമളി പോലൊരു സ്ഥലത്ത് വന്ന് കൃഷി ചെയ്തത്.
ആ പൈസ വെച്ച് കൃഷി ചെയ്തു വിളവെടുക്കാനായിട്ടുള്ള ഒരു 2 ആഴ്ച സമയം കഴിഞ്ഞാൽ നമുക്ക് വിളവെടുക്കാം. ആ സമയത്താണ് നമ്മളുടെ വെള്ളപ്പൊക്കം വന്നത്. അവിടെ ഇച്ചിരി താഴ്ന്ന സ്ഥലമായതുകൊണ്ട് മൊത്തം വെള്ളം കയറി നശിച്ചു പോയി. പിന്നെ നമ്മുടെ കയ്യിൽ പൈസയും ഇല്ല, ഒന്നുമില്ല. വീട്ടിൽ പരിചയക്കാരും ഇല്ല അവിടെ. കാരണം നമ്മൾ വേറൊരു സ്ഥലത്താണല്ലോ പോയി കൃഷി ചെയ്യുന്നത്. ആരോട് ചോദിക്കണോ എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല. ആ ഒരു സമയത്ത് ഒരു 1-2 ആഴ്ച അരി മേടിക്കാനില്ലാതെ പട്ടിണി കിടക്കേണ്ടി വന്നു. അപ്പം അന്ന് അതിനെയൊക്കെ അതിജീവിച്ചു അല്ലേ? സത്യം പറഞ്ഞാൽ വീട്ടിലെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നം, ചങ്കിനകത്ത് തീ കാണും. കാരണം നമ്മൾ 2000 കിലോ ബീൻസ് പ്രതീക്ഷിച്ചു, കാര്യങ്ങൾ ചെയ്തു, കിട്ടിയില്ല. തീയുണ്ട്, പക്ഷെ 5 പേര് ഉള്ളപ്പോൾ ഉണ്ടല്ലോ അതൊരു ആഘോഷമാണ്. സത്യം അത് ഒരു ബോണ്ടിങ് ആയിരുന്നു നമുക്ക്. ഞാൻ ഇവരോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ജിനുവിനോടൊക്കെ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ഈ ഒരു വർഷം വരെ നമുക്കൊന്നും ആകാൻ, ഈ 1.5 വർഷം മുമ്പ് വരെ നമുക്കൊന്നും ആകാൻ പറ്റിയിട്ടില്ല. എങ്ങോട്ട് ഞാൻ പറയാറുണ്ട്, നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക, മുമ്പിലൊരു വഴിയില്ല. ഒരു കാട് പിടിച്ച സ്ഥലത്തൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കുക, നിൽക്കുന്നില്ല, ഓടിക്കൊണ്ടേ ഇരിക്കുകയാണല്ലോ, പക്ഷെ ഒരു എൻഡ് കാണുന്നില്ല. അങ്ങനെ ഓടിക്കൊണ്ടിരുന്നൊരു സമയമുണ്ട്. അപ്പം ഞാൻ ഇവരോടൊക്കെ ചോദിച്ചിട്ടുണ്ട്, മോനെ നമുക്ക് ആ പഴയത് തന്നെ ആയിരുന്നോ നല്ലത്? നമ്മൾ കൂലിപ്പണി ചെയ്തുകൊണ്ടിരുന്നാൽ മതിയായിരുന്നോ? അമ്മയും പപ്പായും ഇത് കാണിച്ചത് മോശമായി പോയോ, തെറ്റായി പോയോ, ഇങ്ങനൊരു സാഹചര്യത്തിലേക്ക് വന്നത്? അപ്പോൾ അപ്പോഴും ഇവർ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ നമ്മൾ ശരിയായ വഴിക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് നമുക്കൊരു ഭയങ്കര ബലമാണ്. തീർച്ചയായും ചേച്ചി. ഇപ്പം നിങ്ങൾ ഈ പട്ടിണിയുടെ കാര്യം പറയുമ്പോൾ എല്ലാവർക്കും പല രീതിയിലാണ്. ഇപ്പം നമ്മുടെ ചെറുതിൽ ഇതുപോലെ തന്നെ വീട്ടിൽ ഫുഡൊന്നും ഇല്ലാതെ, അത് ഇതുപോലെ എന്തോ ഒരു ജൂലൈ മാസത്തിൽ വെട്ടില്ലല്ലോ, വെട്ടില്ല. അച്ഛന് ജോലി ഉണ്ടെന്ന് പറഞ്ഞാലും ഞങ്ങൾ വെട്ടും കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് അച്ഛന് കേന്ദ്ര ഗവൺമെന്റ് ജോലിക്കാരൻ വെട്ടുണ്ട്. എൻ്റെ അമ്മയാണ് ഞാൻ കണ്ടതിൽ ഏറ്റവും നല്ല പണിക്കാർ. ഈ ബിൻസേജിനെ കാണുമ്പോൾ എൻ്റെ അമ്മേനെ ഓർമ്മ വരും. എന്തോ അടങ്ങിയിരിക്കത്തില്ല, അമാതിരി പണിയെടുക്കുന്ന. പക്ഷെ നമ്മുടെ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് ഇവിടെ വന്നിട്ട് ഓരോന്നെടുക്കുന്ന തൊട്ട് പോരെന്ന് പറഞ്ഞു, നിങ്ങളെ ഞാനിപ്പം പണിയെടുപ്പിക്കുന്നില്ല, നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അത്രയും പണിയെടുത്ത് ഞാൻ കണ്ടിട്ടുള്ളൂ ആ സ്ത്രീ. അപ്പം അന്ന് ഇതുപോലെ അമ്മൂമ്മ ഉണ്ടായിരുന്നു ചേച്ചി. പട്ടിണിയുടെ ഇടമല്ല, ഞങ്ങൾ പട്ടിണി കിടന്ന് 2 ദിവസമായി. 3-ാമത്തെ ദിവസമായപ്പോഴത്തേക്കും അമ്മൂമ്മ ഉണക്ക് കപ്പയില്ലേ, ഉണക്ക് കപ്പയും പയറില്ലേ, അതും കൂടെ വേവിച്ച് ഞങ്ങൾക്കും അങ്ങനെ ചെറിയൊരു രക്ഷപ്പെടലുണ്ടായിരുന്നു. അതിന് ഈ പ്രളയം വരുന്നതിന് തൊട്ട് മുമ്പ് ചക്ക കുറേ കിട്ടി, വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പട്ടിണി കിടന്ന സമയത്ത് വീടൊന്ന് വൃത്തിയാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. കട്ടിലിനടിയിരുന്ന് കിട്ടിയത് 10 കിലോ ചക്ക വറുത്ത് ഞങ്ങൾ അതും കൊണ്ട് ചോദിച്ചു. കൃഷി നമ്മുടെ വീടില്ല. ഞങ്ങൾ ആ സമയത്ത് ചക്ക വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് കട്ടിലിന്റെ അടിയിൽ ഇത്രയും ചക്ക വറുത്ത് തരുന്നത് ഞങ്ങൾ അറിയത്തില്ലായിരുന്നു എന്ന് തോന്നുന്നു. കാരണം ഒത്തിരി ചക്ക വറുത്തു, കഴിച്ച് അപ്പൊ നമ്മൾ തീർന്നു പോയെന്ന് ഓർത്തു. എന്തോ റെഡിയാക്കി ചെന്നപ്പോൾ അന്ന് ഞങ്ങൾ താമസിക്കുന്നത് ശരിക്കും ഒരു പശുക്കൂട്ടില്ല, ഒരു പഴയ പശുക്കൂടായിരുന്നു. അതിനെ ഞങ്ങൾ വൃത്തിയാക്കി എടുത്തിട്ട് അതിന്റെ പുറത്ത് കുറച്ച് പച്ചനെറ്റൊക്കെ കെട്ടി അതിനകത്താണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ 2 മുറിയേ ഉള്ളൂ. ഇവര് മക്കളും 3 പേരും കൂടെ ഒരു മുറിയിൽ കിടക്കും. ഞങ്ങൾ അങ്ങനെയായിരുന്നു ആ ഒരു സെറ്റപ്പ് ഒക്കെ. അതിനകത്ത് ഈ കാര്യം നടന്ന കാര്യം ചക്ക ഇരുന്നത് നമ്മൾ എപ്പോഴെങ്കിലും വിതച്ചത് കൊയ്യൂന്ന് പറയത്തില്ലേ, അത് കഴിക്കാനുള്ളൊരു യോഗം. അതങ്ങനെയാണ്, നമ്മളെ വിടത്തില്ല. നമ്മളെ എപ്പോഴാണെങ്കിലും ആരാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് എപ്പോഴൊക്കെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെ അതിനൊരു പോകും വഴി എതിലേലൊക്കെ വരും. അത് സത്യം പറഞ്ഞ ദൈവം എന്ന് പറയുന്ന ഒരാളുടേതെന്നേ ഞാൻ പറയുള്ളൂ. എനിക്ക് തോന്നുന്നു നമുക്ക് പ്രശ്നങ്ങൾ വന്ന സമയത്തൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് കുതിച്ചുയർന്നിട്ടുമുണ്ട്. വലിയ പ്രശ്നങ്ങൾ. കാരണം ഇപ്പൊ ചിലപ്പോൾ കുമളിയിലെ വണ്ടിപ്പെരിയാറില് അവിടെ നമ്മൾ സെറ്റായി പോയിരുന്നെങ്കിൽ അവിടെ കൊണ്ട് നിന്നു. നമ്മൾ അവിടുത്തെ ഈ സ്ഥിരം കൃഷി കാര്യങ്ങൾ ചെയ്തെങ്കിൽ നിന്നു പോകത്തുള്ളൂ. പാട്ടത്തിനെടുക്കുന്ന സ്ഥലത്ത് നമുക്കൊരു പ്രശ്നം വന്നില്ലെങ്കിൽ നമ്മൾ പിന്നെയും പാട്ടം എന്നുള്ളതല്ലേ ചിന്തിക്കത്തുള്ളൂ. തീർച്ചയായും. വണ്ടിപ്പെരിയാർ വെച്ച് അത്രയും പ്രശ്നങ്ങൾ നമുക്കുണ്ടായി, കോടതിയും കേസും ഒക്കെ ആയിട്ട് പോകേണ്ടി. ഞങ്ങളല്ല, അത് നമുക്ക് സ്ഥലം തന്നയാള് അയാളുടെ സ്വന്തം സ്ഥലമല്ല തന്നത്, പെങ്ങന്മാരുടെ സ്ഥലം പുള്ളി ഇങ്ങനെ വളഞ്ഞിട്ടിരുന്നത് തന്നതാ. അപ്പൊ അത് നമ്മള് മുതലാളിക്കിട്ടെ നിങ്ങൾ പണിഞ്ഞോ, നമുക്ക് ഇങ്ങോട്ട് പണി കിട്ടിയല്ലോ, ഒരു മനുഷ്യന് നമുക്കറിയാം അതിന്റെ ബുദ്ധിമുട്ട് നല്ലപോലെ അറിഞ്ഞിട്ടോ. എന്നിട്ട് അപ്പൊ അങ്ങനെ വന്നപ്പോ ഇവരിങ്ങനെ ഈ സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ട് ഒത്തിരി കേസും ഒക്കെ ചെയ്തിട്ട് നമുക്കറിയത്തില്ലല്ലോ, നമ്മൾ പുറത്തുനിന്ന് ചെന്ന ഒരാളല്ലേ. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ അവർക്ക് ആരോ പറഞ്ഞു കൊടുത്തു, പെങ്ങന്മാർക്ക് ആരോ പറഞ്ഞു കൊടുത്തു, നമ്മളുടെ പേരിൽ കേസ് കൊടുക്കുകയാണെങ്കിൽ സ്ഥലം അവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ കയ്യേറി എന്ന് പറഞ്ഞിട്ട് കോടതിയിലും പോലീസ് സ്റ്റേഷനിലും ആദ്യമായിട്ടാണ് ഇങ്ങനെ കോടതിയിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ പോകുന്നത്. അത് പിന്നെ പുള്ളി ആ സ്ഥലം തിരിച്ചു കൊടുത്തു. അങ്ങനെ പല പല കാര്യങ്ങളുണ്ടായി. പക്ഷെ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയുണ്ടായി. അന്ന് തീരുമാനിച്ചു ഇനി പോകുന്നുണ്ടെങ്കിൽ
കാരണം ഈ കെട്ടിപ്പിറക്കി ഓട്ടം എന്ന് പറയുന്ന ഒരു ഭയങ്കര കഷ്ടപ്പാടുള്ള ഒരു സത്യം പറഞ്ഞാൽ ഞാനത് അനുഭവിച്ചിട്ടില്ല. കാരണം ഞാൻ ഈ സമയത്തെല്ലാം ഹോസ്റ്റലിലാണ്. ജിനു എങ്ങനെയാണെന്നറിയാം, ഓരോ തവണ പോയിട്ട് വരുന്നത് പുതിയ സ്ഥലത്തോട്ടാ. ജിനു ഇപ്പൊ കുമളിയിൽ നിന്ന് പഠിക്കാൻ പോകുന്നു, അവള് തിരിച്ചു വരുന്നത് അണക്കരയ്ക്കാ. കാരണം ഞങ്ങൾ അന്നേരം അണക്കരയില്ല. അന്നേരം ഞാൻ കൊറോണ കൊണ്ടുവന്ന് കൊടുത്തു. അണക്കരയിൽ നിന്ന് അവള് പഠിക്കാൻ പോകുന്നു, പിന്നെ തിരിച്ച് അവള് വരുന്ന വണ്ടിപ്പെരിയാറില്ല. കാരണം ഞങ്ങൾ വണ്ടിപ്പെരിയാറാ. അങ്ങനെ എൻ്റെ എന്ന് വെച്ചാൽ ഞാൻ ലാസ്റ്റത്തെ 20 ഏക്കറിലോട്ട് മാറുന്നതും അവിടെ നിന്ന് ഇങ്ങോട്ട് മാറുന്നതും മാത്രമേ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ഫുൾ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പഠനകാലം എന്ന് വെച്ചാൽ ഞാൻ അത്രയ്ക്കും ആ ഒരു സ്ട്രഗിൾ ചെയ്തിട്ടില്ല സത്യം പറഞ്ഞാൽ. ഞാൻ അവിടെ ഇരിക്കുന്നു, അവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നു. ഇവിടുത്തെ കാര്യങ്ങൾ അത്ര നമ്മൾ അറിയുന്നില്ലല്ലോ. ഹോസ്റ്റലിൽ നിന്നായിരുന്നു മൊത്തം പഠിച്ചേ? ബാംഗ്ലൂരില്ലേ? നഴ്സിംഗിന്റെ. ചെറുപ്പത്തിലെയാണോ? ഇല്ല, ചെറുപ്പത്തിലെന്ന് പറഞ്ഞാൽ അതും യാത്ര ഉണ്ടായിരുന്നു. വീട്ടിൽ പോയി കട്ടപ്പന കുമളി 30-31 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ അത് പോയി വന്നാ നിന്നോണ്ടിരുന്നത്. അത് മാത്രമേ ഉള്ളൂ. അതും കുഴപ്പമില്ല. ജീവിതത്തിന്റെ ഒരു സമയം ഇതൊക്കെ ഇങ്ങനെയാണ്. ഇവര് എന്ത് പ്രശ്നത്തെ അഭിമുഖീകരിക്കും, എവിടെ ചെന്നാലും ജീവിക്കും. ജിനുവിനിപ്പോ എന്നാ പറയുന്നേ, എന്ത് കൊടുത്താലും അത് കഴിച്ചിട്ട് അവിടെ ജീവിക്കും. ജിനുവായാലും ശരി, അവന്മാരായാലും ശരി. അങ്ങനെ ഒരു പ്രശ്നമേ എന്ത് ഇപ്പൊ നമുക്ക് ഞാനൊരു നല്ല വീട്ടമ്മയല്ല, നല്ലൊരു അമ്മ എന്നും പറയാൻ പറ്റുമോന്ന് എനിക്കറിയില്ല. ഞാനൊരു നല്ല സിനിമയിൽ കാണുന്ന പോലെ വീട്ടമ്മ ഉദ്ദേശിക്കുന്നത് രാവിലെ എഴുന്നേറ്റ് വീട്ടിലത്തെ പണിയെല്ലാം ഓർഡർ ചെയ്ത് കഴിക്കാൻ കറക്റ്റ് സമയത്ത് ഉദ്ദേശിച്ച വീട്ടമ്മ. അറിയത്തില്ല, അത് മമ്മിക്ക് എനിക്ക് പറ്റത്തില്ല. കാരണം 10 വർഷം മുമ്പ് വരെ ഞാനത് ചെയ്തിരുന്നു കറക്റ്റായിട്ട്. ഞാൻ കൂലിപ്പണിക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത് രാവിലെ എണീറ്റ് 7:15 ആകുമ്പോൾ എല്ലാ പണികളും തീർത്ത് ചോറും പൊതിയും കെട്ടി ഇവർക്കും പൊതി കെട്ടി ഞാൻ കൊടുത്തു വിട്ടിരുന്നു. പക്ഷേ ഇന്ന് എന്നോട് പറയണം നാളെ അമ്മ എണീറ്റിട്ട് ഇത്രയും പണികൾ ചെയ്തിട്ട് ചോറും പൊതി കെട്ടി തരണമെന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല. കാരണം അതിൽ നിന്ന് ഞാൻ ഒരുപാട് ഇങ്ങ് മാറിപ്പോയി. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വീട്ടമ്മ എന്ന് എനിക്കൊരിക്കലും അഭിമാനിക്കാനുള്ള ഒന്നും തന്നെ എൻ്റെ കയ്യിലില്ല. പക്ഷെ ഒരിക്കലും ഒരു കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എന്താ വെച്ചാല് ഒരു അത് സത്യം പറഞ്ഞത് ജീവിതത്തിന്റെ തന്ത്രപ്രധാനമായ കാര്യമാണെന്ന് എനിക്ക് ഇതുവരെയായിട്ടും തോന്നിയിട്ടില്ല. ഒരു നല്ല വീട്ടമ്മ, നല്ല അമ്മ, നല്ല എന്നുവെച്ചാൽ ചേച്ചി നമുക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യണം. നമ്മൾ എപ്പോഴും ആ പഴയ രീതിയിൽ തന്നെ നമുക്ക് നിന്ന് പോയാൽ ശരിയല്ല. നമുക്ക് എന്തെങ്കിലും ഒരു വളർച്ച വരുമ്പോൾ അതിന്റെ താളത്തിന് വ്യത്യാസം ഉണ്ടാവും. ഒരു വീട്ടിൽ നിന്ന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആളാണെങ്കിൽ അത് ആ വഴിക്ക് അങ്ങ് പോകത്തേ ഉള്ളൂ. അല്ലാതെ അവർക്ക് പ്രത്യേകിച്ച് വേറൊന്നിനെ കുറിച്ച് ചിന്തിക്കാനുള്ള സമയം കിട്ടുന്നില്ല. ഇതിപ്പോൾ അങ്ങനെ ചിന്തിച്ച് പോയിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ചിലപ്പോൾ നേഴ്സാവില്ലായിരുന്നു. ഞങ്ങളിപ്പോഴും പറയും നമ്മളിപ്പോൾ പഴയ പോലെ ഏലക്കാട്ടി പണിക്ക് കൊണ്ടുവന്ന ഒരു സെറ്റപ്പ് ആയിരുന്നെങ്കിൽ ചിലപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ എനിക്കൊരു കൊച്ചുകൊണ്ട് ഉണ്ടായിരുന്നു. ആ സെറ്റപ്പ് ആയിരുന്നു സത്യം. നമ്മൾ പറഞ്ഞ കറക്റ്റാണ്. കാരണം ഏലക്കാട്ടി ജോലിക്ക് പോയാൽ മക്കൾ വളർന്നു കഴിഞ്ഞാൽ പിന്നെ കെട്ടിക്കുക ആ ഒരു സമയത്ത് എന്നുവെച്ചാൽ അങ്ങനെ ഒരു ലെവലിലെ ചിന്ത. അല്ലെങ്കിൽ വേറൊരു രീതിയിലേക്ക് പോയാനേ നഴ്സിംഗ് ഒന്നും പഠിപ്പിക്കത്തില്ലായിരുന്നു. ചെറിയ TTC പോലുള്ള എന്തെങ്കിലും പഠിപ്പിച്ച് ഒരു ചെറിയ ടീച്ചർ വിദ്യാഭ്യാസം ഉണ്ടാക്കി കൊടുക്കുക, കല്യാണത്തിന്. അല്ല അത് ചേച്ചി അതിനൊരു വലിയ കാര്യം സോഷ്യൽ മീഡിയയും കൂടെ ഉണ്ട് ചേച്ചി. കാരണം നമ്മൾ പല ആളുകളെ കാണുന്നുണ്ട്. ചേച്ചി എങ്ങനെയാണ് എന്നെ കണക്ട് ആയത്? സോഷ്യൽ മീഡിയ വഴിയാണ്. ഈ കണക്ട് ആവുന്നതിൽ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓരോ വ്യക്തികളും നമ്മൾ അതൊരു കൊച്ചിപ്പം നമ്മൾ പറഞ്ഞല്ലോ ഒരാളുടെ ഒരു കുഞ്ഞു വീഡിയോ കണ്ട് അതിലേതെങ്കിലും നമുക്ക് ഇൻഫ്ലുവൻസ് ആവുന്ന കാര്യങ്ങളുണ്ട്. അതൊരു വലിയ കാര്യം. സോഷ്യൽ മീഡിയ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവ് ആണെന്ന് പറയുമ്പോഴും ഞാൻ പറയുന്നത് 100% പോസിറ്റീവാണ്. കാരണം ഒരാളുടെയും ജീവിതത്തിൽ നമുക്ക് ഓരോന്ന് പിക്ക് ചെയ്യാൻ പറ്റും. നമ്മളിവിടം വരെ എത്തിയത് സോഷ്യൽ മീഡിയ കൊണ്ട്. നെഗറ്റീവ് അല്ലെന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് നമ്മൾ. നെഗറ്റീവ് ഇല്ല എന്നല്ല, അതൊരു വശം മാത്രമാണ്. എല്ലാത്തിനും ഉണ്ട് നെഗറ്റീവും പോസിറ്റീവ്. അത് ആൾക്കാർ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതിനനുസരിച്ചാണ്. അത് പോസിറ്റീവായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇവിടം വരെ എത്താൻ പറ്റിയത്. സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ആണ് എല്ലാത്തിനും ആധാരം. തീർച്ചയായും അതൊരു വലിയ കുടുംബത്തിന്റെ യൂണിറ്റി ഒരു സൈഡിൽ കൂടെ പോകുന്നുണ്ടെങ്കിലും എന്തൊരു യൂണിറ്റി ഉണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ ഒരു കാര്യം ഉണ്ടെങ്കിലേ ഉള്ളൂ കണക്ട് ചെയ്ത് പോകാൻ പറ്റി. എല്ലാത്തിനും ഒന്നിച്ച് കണക്ട് ചെയ്യാൻ പറ്റി. അതായത് കുടുംബം, കൃഷി, സോഷ്യൽ മീഡിയ ഇതിനെല്ലാം കണക്ട് ചെയ്ത് അതെല്ലാവരുടെ സഹകരണം കൊണ്ടാണ് കേട്ടോ. കാരണം ഞാൻ സോഷ്യൽ മീഡിയയിലേക്ക് കൂടുതലും മാറുമ്പോൾ ഞാനാണല്ലോ സോഷ്യൽ മീഡിയ കൂടുതലും കൈകാര്യം ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും എനിക്ക് വീട്ടിലും കൃഷിസ്ഥലത്തും എൻ്റെ ആ കുറവ് സംഭവിക്കും. കൃഷിസ്ഥലത്ത് എന്നതിലുപരി വീട്ടിൽ എൻ്റെ കുറവ് നന്നായിട്ട് ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് ഒരുപാട് കുറവുകളുണ്ട്. പക്ഷെ അതിനെ ഇവർ അഡ്ജസ്റ്റ് ചെയ്തു. ഇപ്പോൾ എന്തെങ്കിലും കറിയില്ലെങ്കിൽ സ്വന്തമായി ഇപ്പം നമ്മൾ രാവിലെ ഇച്ചിരി ചിലപ്പോൾ കുറച്ച് അരി മാത്രമേ അടുപ്പയിലിട്ട് വെച്ചിട്ടുണ്ടായിരിക്കത്തുള്ളൂ. ഉച്ചയ്ക്ക് വരുമ്പോൾ ചിലപ്പോൾ ആ അരി മാത്രമേ അടുപ്പേ കിടപ്പുള്ളൂ, വേറെ ഒന്നും കാണത്തില്ല. പിന്നെ ആ പറമ്പിൽ പോയ 2 പച്ചക്കറി മേടിച്ചത് നിങ്ങൾക്ക് മെഴുക്ക് പറ്റാം. ഞങ്ങളൊക്കെ കടയിൽ പോകണം മേടിക്കണമെങ്കിൽ. നിങ്ങൾക്ക് ആ പറമ്പിലിറങ്ങി അല്ലേ? അല്ല ആ മെഴുക്ക് പറ്റാനുള്ള എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ അന്നത്തെ ദിവസം എന്തെങ്കിലും പോസ്റ്റ് ഇട്ടിട്ട് ചിലപ്പോൾ അതിന്റെ പുറകെ നിൽക്കുമായിരിക്കും. കാരണം നമ്മൾ പോസ്റ്റ് ഇട്ട് വെറുതെ അവിടെ വെച്ചിട്ട് പോയ കാര്യമില്ല. അതിന്റെ പുറകെ നിന്നാലേ കാര്യം. അത് മമ്മിക്ക് പറ്റുള്ളൂ. കാരണം വീട്ടിൽ ഞങ്ങൾ 4 പേരും അതിൽ ഇടപെടത്തില്ല.
അത് മമ്മിയുടെ ഡിപ്പാർട്ട്മെന്റാണ്. മമ്മി ചെയ്തു. പുറത്തുനിന്ന് ആളുകൾ കാണാൻ വരുമ്പോഴും ഞാൻ തന്നെ വേണം അത് ഹാൻഡിൽ ചെയ്യാൻ. കാരണം അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്നെ ആണ് അവർ കാണുന്നത് വീഡിയോയിൽ. അപ്പോൾ അത് അവർ വരുമ്പോഴും ഞാൻ തന്നെ വേണമല്ലോ ഇത് ഹാൻഡിൽ ചെയ്യാൻ. ഞാൻ വേണോ, അല്ലാതെ അവർ വരുമ്പോൾ ഞാൻ അകത്ത് കയറിയിരുന്നാൽ ഒരു നടക്കത്തില്ല അത്. അപ്പോൾ അത് കൈകാര്യം ചെയ്യേണ്ടി വരും. സോഷ്യൽ മീഡിയ അങ്ങനെ എല്ലാം ഒരു അവിയൽ പരുവത്തിൽ ഞാനിങ്ങനെ കൊണ്ടുപോവുക. ജിനു, ഇപ്പൊ അമ്മ പറഞ്ഞില്ലേ നമ്മള് വീട്ടിലൊരാൾ വന്നാല് മാനേജ്മെന്റിന്റെ കാര്യം. ഞാനന്ന് ഇന്റർവ്യൂ എടുക്കാൻ വന്നപ്പോ ചേച്ചിയോട് പറഞ്ഞു, ശരണ്യ 8:30 ആകുമ്പോൾ വരണം എന്ന് പറഞ്ഞു. 8:30 ഞാൻ അവിടെ എത്തി. അപ്പം ഞങ്ങൾ പ്ലാൻ ചെയ്തായിരുന്നു കഞ്ഞിയും വെച്ച് എന്തോ ഒരു മീൻ തക്കാളി ഇട്ടിട്ട് ഒരു സാധനം കറി വെക്കാൻ. അതൊന്നും അത് തന്നെയാണ് ഈ ഇടയ്ക്ക് കൂടി പറഞ്ഞിട്ട് വീഡിയോ എടുക്കണം തക്കാളിയും മീനും എനിക്ക് എടുപ്പിച്ചു. എന്നെ എടുപ്പിച്ചിട്ട് ചേച്ചിയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത്ര സമയമാകുമ്പോൾ എനിക്ക് തീർക്കണം. കാരണം ഈ പറഞ്ഞ പോലെ ചാർട്ടഡ് ആണ്. അപ്പോഴും ഞാൻ നോക്കുമ്പോൾ ആ വീട്ടിൽ കൂടെ ഒരു മനുഷ്യൻ ഇങ്ങനെ പറന്നുണ്ട്. ഞങ്ങൾ ക്യാമറ കൂടെ പോകുമ്പോൾ അവിടെ കയറുന്നുണ്ട്. കാരണം അത് ചേട്ടായിയാണ്, അതായത് ചേട്ടായുടെ വീട്ടിൽ കൂടെ ചേട്ടായി പറന്ന് നടക്കണം. അപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ പോകുന്നത്. അത് സത്യം. നമ്മൾ ഈ പ്രേതപ്പടം കാണുമ്പോൾ പറന്നു നടക്കും എല്ലാവരും. ചേട്ടായി എന്നിട്ട് പറഞ്ഞ് ഞാൻ എന്നിട്ട് കാടമുട്ട പെറുക്കാൻ ഞാൻ കൂടുകയൊക്കെ ചെയ്തു. നമ്മൾ സംസാരിച്ചോണ്ട് അത് ചെയ്തു. ചേട്ടാ സമയമില്ല അങ്ങ് മാറും. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, ഞാനും കൂടെ സമയം പോകത്തില്ലല്ലോ, നിന്ന് പറയാനല്ലേ പാട്, ഞാൻ കാടമുട്ട പെറുക്കിക്കൊണ്ട് പറയാതെ. അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ ചേട്ടായി ആണ് ശരിക്കും മാനേജ്മെന്റ് അല്ലേ, കംപ്ലീറ്റ് A to Z. അത് സത്യം പറഞ്ഞാൽ ടൈമിങ്ങിൽ പോകുന്ന വീട്ടിൽ ഒരാൾ അപ്പനായിരിക്കും. അല്ല അത് പറഞ്ഞു 5 മണിക്ക് 6 മണിക്ക് അങ്ങാണ്ട് കൊടുക്കാൻ പോകണ്ടേ. 4 മണിക്ക് 4 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങണം. 3 മണിയാകുമ്പോൾ എഴുന്നേറ്റ് കാപ്പി ഇട്ട് മമ്മിക്ക് കൊടുത്തു. രാത്രി 3 മണിക്ക് രാത്രി മമ്മിക്ക് കാപ്പി ഇട്ട് കൊടുത്ത് മമ്മീനെ വിളിച്ചെഴുന്നേപ്പിച്ചിട്ട് പപ്പ റെഡിയായി 4 മണിയാകുമ്പോൾ അപ്പം പോകും. വിളിച്ചെഴുന്നേപ്പിക്കുന്നതല്ല, ചേട്ടായിക്ക് ഒരു ഗ്ലാസ് കടുങ്കാപ്പി ഇടുമ്പോൾ ചേട്ടായിക്ക് ഒരു നിർബന്ധമാണ് എല്ലാവർക്കും രാവിലെ കടുങ്കാപ്പി കൊടുക്കും. അതായത് ഞാൻ എണീറ്റാ ഞാൻ എനിക്കും ചേട്ടായിക്ക് മാത്രമേ കടുങ്കാപ്പി ഇടുകയുള്ളൂ. അവർ ഉറങ്ങുന്നവർ ഉറങ്ങിക്കോട്ടെന്ന് വിചാരിക്കും. പക്ഷെ ചേട്ടായി എണീറ്റ് കടുങ്കാപ്പി ഇടുകയാണെങ്കിൽ എല്ലാവർക്കും ഇടും. എന്റെ കാപ്പിപ്പൊടി കൊണ്ടുവന്നോ, എന്റെ കാപ്പിപ്പൊടി കൊണ്ടുവന്നു. എനിക്ക് അന്നൊരു കാപ്പി തന്നെ നല്ല ടേസ്റ്റ് ആണ്. കാപ്പി എന്ന് പറഞ്ഞപ്പോ ആ സ്മെല്ല് എന്റെ മൂക്കിലടിച്ച് മറന്നുപോയി. വന്ന വഴിക്ക് ഞാൻ വണ്ടി ആയിരുന്നോണ്ട് പറഞ്ഞു അയ്യോ. അത് നേരാണ് ചേച്ചി, വീട്ടിൽ ചില ആളുകൾ അങ്ങനെയാണ് ഏറ്റവും ഇടുന്നത്. ചിലവർ ഒരാൾക്ക് വേണ്ടിയിട്ട് ഇടും, ചിലവർ. എന്നിട്ടൊരു രസമുണ്ട്. ഞാൻ ഇപ്പം തിരിച്ച് ഹോസ്റ്റലിൽ പോയി കഴിയുമ്പം 2-3 ദിവസം കഴിയുമ്പോൾ ഇവിടെ വരും, അയ്യോടി ഞാൻ നീയും കൂടി ഉണ്ടെന്ന് കഴിഞ്ഞിട്ട് 5 ഗ്ലാസ് കാപ്പി എടുത്തു. ചേട്ടായി ഇവള് ഹോസ്റ്റലിൽ നിന്ന് വന്നിട്ട് ഇവള് തിരിച്ചു പോകൂല. പോയാലും ചേട്ടായി ഒരു 1-2 ആഴ്ചത്തേന് 5 ഗ്ലാസ് കാപ്പി എടുക്കും. അങ്ങനെ അതൊരു ചേട്ടായി എന്ന് പറഞ്ഞാല് ചേട്ടായിയുടെ ജീവിതത്തില് 4 പേരേ ഉള്ളൂ. എല്ലാവരും ഉണ്ട്, ഇല്ലെന്നല്ല. മെയിൻ ചേട്ടായിയുടെ ജീവിതത്തിൽ ഞാനും ഈ 3 മക്കളുമാണ് ചേട്ടായിയുടെ ചിന്തകളിലും പ്രവൃത്തികളിലും എല്ലാം ഉള്ള ആ മൈൻഡ് സെറ്റിലുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് ചേട്ടായി എല്ലാ കാര്യങ്ങളും, ഓരോ മക്കളുടെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും. ഇപ്പം ഞാനിവരോട് നന്നായിട്ട് വഴക്കൊക്കെ ഉണ്ടാക്കും കേട്ടോ. ഞങ്ങളുടെ വീഡിയോ കാണുമ്പോൾ ഓർക്കില്ല ഞങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹത്തിലാണെന്നൊക്കെ. ഞങ്ങൾ തമ്മിൽ വഴക്കൊക്കെ ഉണ്ടാക്കും കേട്ടോ, നല്ല വഴക്കുണ്ടാക്കും. അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് അതെ ഞങ്ങൾ നല്ല അടിയാണെന്ന്, നല്ല അടിയുള്ള ടീമാണെന്ന്. ഒന്നിനൊന്നിനെ കാണാണ്ടിരിക്കാൻ പറ്റത്തില്ല. വൈകുന്നേരം എത്ര ലേറ്റ് ആയാലും ഒന്ന് വിളിക്കണം. അതൊക്കെ ഒരു തിന്നോ കുടിച്ചോ കഴിച്ചോ എന്നുള്ളതല്ല, അപ്പുറത്തുണ്ടാവണം. അല്ല ഞാൻ പറയുന്നത് എല്ലാവരും പറയുന്നത് നമ്മുടെ പോസിറ്റീവ് വശം മാത്രമാണ്. ഞാനെപ്പോഴും ഞാൻ ഫേസ്ബുക്കിലൊക്കെ എഴുതുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഞങ്ങൾ വഴക്കുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. കാരണം എല്ലാവരും വിചാരിക്കുന്ന വേറൊരാളെ കാണുമ്പം അയ്യോ ബിൻസി എന്ത് ഭാഗ്യവതിയാ, എനിക്കൊന്നും അതെ ബിൻസി എന്ത് ഭാഗ്യവതിയാ എന്നുള്ള സന്തോഷത്തെക്കാൾ ഉപരി എനിക്കിങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ളൊരു വിഷമാണ് അല്ലേ. മനസ്സിലായോ, എൻ്റെ മക്കൾ ഇങ്ങനെ ആയിപ്പോയല്ലോ, എൻ്റെ കെട്ടിയോൻ ഇങ്ങനെ ആയിപ്പോയല്ലോ, അല്ലെ എനിക്കിങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ളതാണ്. ഇതെല്ലാവരുടെയും വീട്ടിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. അതിനെ അതിജീവിച്ചുകൊണ്ട് അതിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ആ പ്രശ്നങ്ങളെ വളർത്തിക്കൊണ്ട് പോകാതെ, പ്രശ്നങ്ങളില്ലാത്ത വീടുണ്ടോ? മനുഷ്യനല്ലേ, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാവും. അതിനെ നമ്മളൊരു മെയിൻ്റനൻസിൽ കൊണ്ടുപോകും. ഇപ്പം തന്നെ നമ്മൾ തമ്മിൽ സംസാരിക്കാനായിട്ട് 1/4 മണിക്കൂറായി. ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എപ്പോഴെങ്കിലൊക്കെ വന്നു പോയിട്ടുണ്ടാവാം. പക്ഷെ നമ്മളത് അതിന് മുന്നേ ഇവർ പറഞ്ഞ വേറെ കാര്യങ്ങളിലായിരിക്കും നമ്മുടെ ഇത്. ഇപ്പം ചേച്ചി പറഞ്ഞല്ലേ, അത് ചേച്ചിയുടെ ഒരു ചേച്ചിയും അല്ല, നിങ്ങൾ മൊത്തത്തിലുള്ള ലക്ക് എന്താണെന്ന് വെച്ചാൽ പല സ്ത്രീകളും കഷ്ടപ്പെടും. പക്ഷെ അവരുടെ ഭർത്താക്കന്മാർ ആ രീതിയിൽ നിൽക്കണം എന്നില്ല ചേച്ചി, മക്കളും ആ രീതിയിൽ ആ കഷ്ടപ്പാട് അറിയണമെന്നില്ല. ഇപ്പം ഞാൻ അങ്ങനെ പറഞ്ഞല്ലേ, ഇപ്പം ജിനുമോളെ പഠിപ്പിച്ചു, ജിനു നാളെ പോയി ഒരു പ്രേമിച്ചൊരു കല്യാണം കഴിച്ച് അങ്ങനെ ചെയ്യൂന്നല്ല കേട്ടോ. ഞാൻ പല കഷ്ടപ്പെട്ട് ചെയ്യുന്നത് അവ നമ്മൾ ചെയ്തൊക്കെ വേസ്റ്റ് ആവുകയാണ് എന്ന് വെച്ചാൽ ഇവരുടെ ഇഷ്ടത്തിന് വില കൊടുക്കാതിട്ടൊന്നുമല്ല. നമ്മളുടെ ഒരു അവരെ കൺകുളിർക്ക നമ്മളൊന്നും കണ്ടിട്ടില്ലാത്തൊരു സ്റ്റേജാണത്.
നമ്മൾ കഷ്ടപ്പാടിനൊന്ന് നുവർന്ന് വരുമ്പോഴത്തേക്കായിരിക്കും പലരും സത്യം പറഞ്ഞാൽ ഇത്ര കാലം ജീവിച്ചതല്ല നമ്മള്. ആ ഈ അതാണ് കഴിഞ്ഞ 10 വർഷക്കാലം നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. സത്യം പറഞ്ഞാൽ നേരെ ഓർമ്മയില്ല. ബ്ലാങ്ക് ആണ്. ചില കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഓർക്കും എന്ന് വെച്ചാൽ ചില പർട്ടിക്കുലർ നമുക്ക് അതുപോലെ മനസ്സിൽ തട്ടിലുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കുന്നല്ലാതെ ഇത് നമ്മൾ എന്താ ചെയ്തെന്നുള്ളത് നമുക്ക് അറിയത്തില്ല. ഇതൊരു പെട്ടെന്ന് പോയി. ഈ 10 വർഷക്കാലത്തിനകത്താണ് അല്ലെങ്കിൽ ഈ 8 വർഷക്കാലത്തിനകത്താണ് നമ്മളുടെ ജീവിതത്തിലുണ്ടായ എല്ലാ നല്ലതും മോശവുമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതിൽ കൂടുതലും എൻ്റെ അവാർഡുകൾ തന്നെ എടുത്താൽ അറിയാം. സ്റ്റേറ്റ് അവാർഡ് തൊട്ട് ഇങ്ങ് വന്ന ഒരുപാട് അവാർഡുകൾ എനിക്ക് മേടിക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ സ്റ്റേജുകളിൽ പോയി നിൽക്കുമ്പോൾ പോലും എനിക്ക് അത്ര സന്തോഷത്തെ ഒരു സ്റ്റേറ്റ് അവാർഡാണ് കിട്ടിയത് എന്നുള്ള ആ ഒരു വലിയ സന്തോഷത്തിൽ മേടിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. കാരണം വേറൊരു സ്ഥലത്ത് ഇങ്ങനെ പ്രശ്നങ്ങൾ കടന്നുകൊണ്ടേയിരിക്കുകയാണല്ലോ. നമ്മുടെ പാട്ടത്തിനടുത്ത സ്ഥലങ്ങൾ മാറി മാറി വരുന്നു. ഈ ജീവിതത്തിൽ മുമ്പോട്ട് നമുക്കൊരു വഴി കാണുന്നില്ലല്ലോ. മുമ്പോട്ട് നമുക്കൊരു പ്രതീക്ഷയോടെ പോയ സ്ഥലത്തൊന്നും നമുക്ക് ലാഭം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വളർച്ച മാത്രം എന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ടുള്ള ലാഭം ഉണ്ടായിട്ടില്ല. സാമ്പത്തികമായിട്ട് നമുക്ക് വളർച്ച അന്നേരം ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ സത്യം പറഞ്ഞാൽ താഴോട്ടാവും. എന്ന് വെച്ചാൽ നമ്മൾ ഓരോ സ്ഥലം മാറുമ്പോഴും ഇവിടെ ഉണ്ടാക്കുന്ന കാടക്കൂട്, പശുക്കൂട് അടക്കം സാധനങ്ങൾ മാറ്റുന്ന എക്സ്പെൻസ് അടക്കം ലക്ഷങ്ങളാണ് കയ്യിൽ നിന്ന് പോകണം. കടം മേടിച്ചു ഒക്കെ ആയിട്ട് എന്ന് വെച്ചാൽ നമുക്ക് ഫിനാൻഷ്യലി നമ്മൾ ഒരിക്കലും മുന്നോട്ട് പോകുന്നില്ല. പക്ഷെ സോഷ്യൽ മീഡിയ ആ ഒരു ഇതിലങ്ങ് കയറിപ്പോന്നു. അതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് വലിയ കുഴപ്പമില്ല. അധികം കടം വാങ്ങണ്ടെന്നൊക്കെ ആയിട്ട് എനിക്ക് 1.5 വർഷം. 1.5 വർഷം എന്ന് പറഞ്ഞാൽ 1.5 വർഷം മുമ്പാണല്ലോ നമ്മൾ സ്ഥലം മേടിക്കുന്നത് സ്വന്തമായിട്ട്. അതോടുകൂടി നമുക്ക് നമ്മളുടെ മുന്നിൽ ഒരു വഴി കണ്ടു. ഓടണം, നമ്മള് പഴയ പോലെ തന്നെ ഓടണം. പക്ഷെ ഇനി നമുക്ക് വഴിയെ കൂടെ ഓടിയാൽ മതി. വഴി ഇപ്പം നമ്മുടെ മുന്നിലുണ്ട്. ആ വഴിയെ ഓടിയാൽ മതി. അതുവരെ നമ്മൾ ഓടിക്കൊണ്ടിരുന്നത് വഴി അറിയാതെയായിരുന്നു. ഓടുകയാണ്, അപ്പോഴും ഓടുകയാണ്, ഇപ്പോഴും ഓടുകയാണ്. പക്ഷെ അന്ന് ഓടുന്നതിനും ഇന്ന് ഓടുന്നതിൻ്റെയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അന്ന് നമ്മൾ വഴി അറിയാതെ ഓടി, ഇന്ന് നമ്മളൊരു വഴിയിൽ കൂടെ ഓടിക്കും. അന്ന് നമുക്കറിയത്തില്ല എത്ര കാലം ലക്ഷ്യമുണ്ട്, നമ്മളെ ഇറക്കി വിടും. നമുക്കറിയത്തില്ല, നമ്മുടെ സ്ഥലമില്ലല്ലോ. അയ്യോ അങ്ങനത്തെ ഒക്കെ പറ്റിയിട്ടുണ്ടോ കേട്ടോ. നമ്മൾ പോയി പണിയെടുത്ത് കഷ്ടപ്പെട്ട് ഒരു പറമ്പ് മുഴുവൻ വെളുപ്പിച്ച് കൃഷി തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ഇറങ്ങിപ്പോക്കളം. അതൊക്കെ ഉണ്ടായിട്ടില്ല. അതെവിടെ? അതൊക്കെ ഉണ്ട്. കഥ മൊത്തം ഞാൻ പറയത്തില്ല, ഇത്ര ഞാൻ പറഞ്ഞുതരാം. അത് ഞങ്ങളുടെ ജീവിതത്തിന് ഇടയ്ക്ക് ഉണ്ടായ ഒരു സംഭവം. കുമളിയിൽ വെച്ചിട്ടേ ഞങ്ങളിങ്ങനെ ഇവിടെ പണിയുന്ന കണ്ടുകൊണ്ട് ഒരു അപ്പനും മോനും എന്നും വന്നിട്ട് ചേട്ടായിയോട് എപ്പോഴും പറയും, ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം കിടപ്പുണ്ട്, നിങ്ങൾ വന്ന് അവിടെ ചെയ്തോ, ഒന്നും തരണ്ട, നല്ല സ്ഥലമാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു. ചേട്ടായി എന്നോടും പറഞ്ഞു, അവരെ കണ്ടിട്ട് നല്ല ആൾക്കാരാന്ന് തോന്നുന്നു, നല്ല കാശുകാരൊക്കെയാ, അപ്പോൾ നമുക്ക് വേണേ അല്ല എന്താ ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ചെറിയ മാറേണ്ടിയ ഒരു സാഹചര്യം പോലെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ നമുക്കത് നോക്കാം, നോക്കിയിട്ട് അത് ചെയ്തിട്ട് നമുക്ക് അവിടെ എന്നാൽ പിന്നെ അങ്ങനെ ആക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ എന്നിട്ട് തീരുമാനിച്ചു, അവരുമായിട്ട് പോയി എഗ്രിമെൻ്റ് വെച്ചു. അവിടെ ആ സ്ഥലം മുഴുവൻ നല്ല ക്ലിയർ ആക്കി പണിതെല്ലാം റെഡിയാക്കി എടുത്തു. അതൊക്കെ പണിതൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഇപ്പോൾ ചോദിച്ചാൽ അറിയത്തില്ല. കാരണം അത്രയും സ്ഥലം, എനിക്ക് തോന്നുന്നു 2 ഏക്കർ മിച്ചം ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. അത്രയും സ്ഥലമെല്ലാം പണിയെല്ലാം തീർന്ന ഇന്ന് വൈകിട്ടാണ് അവർ വിളിച്ചിട്ട് അവർക്ക് പറയാനുള്ളൊരു കാരണം അവിടെ ഒരു മാവ് നിന്നു. അപ്പോൾ അവരുടെ പണിക്കാർ തന്നെയാണ് ഇവിടെ പണിയുന്നത്. അപ്പോൾ ആ മാവിൻ്റെ കുറച്ച് ചില്ലകൾ വെട്ടി പണിക്കാർ, അവരാണ് വെട്ടിയത്. നമ്മൾക്കതിൽ അറിവില്ല, കാരണം എരമ്പിറക്കിയ കൂട്ടത്തിൽ അതങ്ങ് വെട്ടി. അപ്പോൾ അവർക്കത് ഭയങ്കര എന്തോ എനിക്കറിയത്തില്ല. പിറ്റേ ദിവസം വിളിച്ചിട്ട് പറയുന്നത് പത്രവുമായിട്ട് വീട്ടിലോട്ട് വരാൻ പറഞ്ഞു. നമ്മൾ എഴുതിയ പത്രമുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഈ പത്രം മേടിച്ച് കൈ വെച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഏതായാലും ഇത്രയും ചെയ്തതല്ലേ, ഒരു 6 മാസം കൃഷി ചെയ്തിട്ട് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. നമ്മൾ ഇത്രയും പണി ചെയ്തിട്ട് 6 മാസം കൃഷി ചെയ്തിട്ട് അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പിന്നെ ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇങ്ങ് പോന്നു. പിന്നെ അതിൻ്റെ പൈസ അവരുടെ കയ്യിലില്ല. ഞങ്ങൾ ഏതാണ്ട് അന്ന് 1,00,000 സംതിങ് രൂപയായിരുന്നു അവിടെ മുടക്കിയിരുന്നത്. അപ്പോൾ അത് 1,35,000 രൂപ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചോദിച്ചു നമ്മൾ ആ പൈസ. അന്നേരം അവർ പറഞ്ഞു, അപ്പോൾ അവർക്ക് ഈ പൈസ ഇല്ലെന്ന് പറഞ്ഞു. ഭയങ്കര കാശുകാരാണ്. അപ്പം അത് കഴിഞ്ഞ് അവർ പിന്നെ മിണ്ടുന്നില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടു. അവരെ ഒന്നും പറഞ്ഞിട്ടല്ല, ഞാനിങ്ങനെ നമ്മൾ സാധാരണ എഴുതുന്ന പോലെ ഒരു പോസ്റ്റ്. അപ്പോൾ അവർക്കത് കണ്ടപ്പോൾ എന്തോ മനസ്സിലായെന്ന് തോന്നുന്നു. പിന്നെ പിറ്റേ ദിവസം തന്നെ വിളിച്ചിട്ട് പൈസ തന്നു. ആ പൈസ തന്നു, നമ്മൾ മുടക്കിയ പൈസ. പക്ഷെ നമ്മളുടെ അധ്വാനം മുഴുവൻ പൈസ അല്ല, നമ്മുടെ അധ്വാനം ഉണ്ട്. അധ്വാനം പഴയ. അതൊരു ഭയങ്കര ട്രാജഡി ആയിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ വാവിട്ട് അവരുടെ മുറ്റത്ത് പോയി നിന്ന് വാവിട്ട് കരഞ്ഞ്. ഞാനും ജെഫിനും കൂടെയാണ് പോയത്. ജെഫിൻ കരഞ്ഞോന്ന് എനിക്കറിയത്തില്ല. ഞാൻ കരയുന്ന അധികം സന്ദർഭങ്ങളില്ല കേട്ടോ. എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും ഞാൻ കരയത്തില്ല, ഞാൻ പിടിച്ചു നിൽക്കും.
പക്ഷെ അതുപോലുള്ള അതൊക്കെ മാനസികമായിട്ട് അത്രത്തോളം വിഷമം ഉണ്ടാക്കി. നമ്മൾ പ്രതീക്ഷയോടെയാണല്ലോ ചെല്ലുന്നത് അവിടെ ചെയ്യാൻ. നമ്മളുടെ ഫ്രണ്ടിലുണ്ട് ഈ സ്ഥലത്ത് ഇത്രയും കൃഷി വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ ആയിരിക്കും എന്നുവെച്ചാൽ ഞങ്ങൾ 5 പേര് കാപ്പി കുടിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതാ ചർച്ച. ഇന്ന സ്ഥലത്ത് ഇന്നതപ്പോൾ അയ്യോ അത് നല്ല രസമായിരിക്കും, അവിടെ ഇത്ര സാധനം പറിക്കാം, ഇപ്പം ഇത്ര കൊടുത്തു കഴിഞ്ഞാൽ പൈസ അന്നേരവും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ലാഭമല്ല നമ്മൾ ആലോചിക്കുന്നത്. ഓ ഇത്രയും സാധനം ഉണ്ടാവും, അപ്പം അത് നമുക്ക് പറിക്കാം, നമുക്ക് വിൽക്കാം, ആ ഒരു സെറ്റപ്പ്. ഇത്രയും പ്രതീക്ഷയോടെ കപ്പ ഇട്ടു, അതിന് ചുറ്റിനും കൊണ്ടുപോയി ക്യാബേജ് ഇട്ടു, കാനയെല്ലാം കോരി കുളം കുത്തി, ഒരുപാട് പണികൾ ചെയ്തു. എന്നുവെച്ചാൽ നമ്മൾ നിസ്സാരമായിട്ട് പറഞ്ഞു പോയെങ്കിലും അതിനകത്ത് കാന കോരണമായിരുന്നു, കാരണം വെള്ളം മുങ്ങി കഴിഞ്ഞാൽ പോകും. കുളം കുത്തണമായിരുന്നു, കാരണം വെള്ളം നമുക്ക് വേണം. കപ്പ വളരുമ്പോഴത്തേനും അതിന് അകത്ത് കാണാനുള്ള ബീൻസ് നട്ടിട്ടുണ്ട്, ക്യാബേജ് നട്ടിട്ടുണ്ട്. ബീൻസ് പറിച്ച് തീരുമ്പോഴത്തേനും ക്യാബേജ് മുട്ട കൂടാൻ തുടങ്ങും. ഈ ഒരു കണക്കൂട്ടൽ എല്ലാ സാധനവും നിരത്തി പിടിച്ച് നമ്മൾ നട്ട് ഒരു ഇതിലങ്ങ് പൊക്കോണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തീരുമാനം. ഞാൻ അവരുടെ മുറ്റത്ത് പോയി നിന്ന് കരഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഇനിയൊരു എൻ്റെ ജീവിതത്തിലൊന്നും എനിക്ക് അത്രയും ഒരു സാഹചര്യം ഒന്നും വരികയില്ലായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായും പറഞ്ഞു പറ്റിച്ചതിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് നമ്മളൊരു പ്രതീക്ഷയിലാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കത്തില്ല. അതല്ല, നമ്മൾ അങ്ങോട്ട് ചോദിച്ചതല്ല, അവരിങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്ത് നമ്മൾ പോയി ചെയ്തതാണ്. അവരൊന്നും വേണ്ടാന്നും പറഞ്ഞു, പൈസ ഒന്നും വേണ്ടാന്ന്. ചിലപ്പോൾ ഇവരെ കൊണ്ട് പണിയിപ്പിച്ചേച്ചിട്ടെന്നാ പണി തീർന്നു കഴിയുമ്പോഴത്തേനും പൊക്കോളാൻ പറയാമെന്ന് ഓർത്തോണ്ടായിരിക്കാം ചിലപ്പോൾ. അല്ല, അത് പറഞ്ഞാൽ കൂടെ അന്തസ്സുണ്ടായിരുന്നു അല്ലേ? അതൊക്കെ പിന്നെ ജീവിതത്തിന്റെ നല്ലതാണ്. പക്ഷെ അതിൽ പിന്നെ ഒരു കാര്യം പഠിച്ചെന്ന് വെച്ചാൽ നല്ല മുഖങ്ങൾ കണ്ട് ചിരിച്ചു വർത്താനം പറഞ്ഞു ഒരു മനുഷ്യനും വിശ്വസിക്കരുത്. ശരണി, എൻ്റെ ഒരു സ്വഭാവം എങ്ങനെയാണെന്നറിയോ? ഏതൊരു മനുഷ്യരെ കണ്ടാലും ഞാൻ വീട്ടിൽ വന്നിട്ട് പറയും, ഇനി ഞാൻ പറഞ്ഞു തീർക്കാം. ഒരു മനുഷ്യനെ പോലും ഇന്ന് വരെയും അവര് മോശമാകട്ടോ എന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല വീട്ടിൽ. ഏതൊരു മനുഷ്യനെ പരിചയപ്പെട്ടാലും ഞാൻ വീട്ടിൽ വന്നിട്ട് ഇവരോട് പറയും, എന്താ നല്ല മനുഷ്യരാണെന്നറിയോ അവരുടെ സംസാരമൊക്കെ കേൾക്കണം എന്ന് പറയും. ആദ്യമൊക്കെ പറയുമ്പോൾ ഇവർ അംഗീകരിച്ച് തന്നു. പിന്നെ എനിക്കിങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും പിന്നെ ഇവരിപ്പോൾ പറയും നല്ല മനുഷ്യനാന്ന് പറയുമ്പോൾ. അല്ല, ഉദാഹരണം ഞാൻ പറയാം, ഇവരെന്നെ കളി ഈ പണി കിട്ടിയല്ലോ, ഈ പണി കിട്ടി കഴിഞ്ഞിട്ട് അടുത്ത പണിയാണ് ആ കോടതി കയറിയ പണി. എന്നെ മോളെ എന്നൊക്കെ വിളിച്ചേടി, പാവോ ചേട്ടായി ഉണ്ടായിരുന്നു, ഞങ്ങൾ മോളെ പോലെ മോനെ പോലെയാ കാണുന്നത്, പാവോ എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മുടെ ബേസിക് പ്രശ്നം നമ്മൾ ഇപ്പോഴും ഞാനും ഭയങ്കരമായിട്ട് ഇപ്പോഴും എന്നോട് എന്നെ കൂടുതൽ ഞാൻ എല്ലാരും വിശ്വസിക്കും ഇങ്ങനെ, അയ്യോ അവര് പാവം, എന്നോട് ആരെങ്കിലും ഒരാൾ ചിരിച്ച സ്നേഹത്തോടെ എന്ത് നല്ല മനുഷ്യരാണ്. ഞാൻ മമ്മിയോട് പറയും, ശരി ഇപ്പൊ ഒരാളെ കണ്ടു പാവാണെന്ന് തോന്നി, അന്നേരം സംസാരിക്കുക, കാര്യങ്ങൾ നടത്തുക, അന്നേരത്തെ കമ്പനിക്ക് പോവുക, പുറമെ ഒരു കമ്പനിയും വേണ്ട. എന്ന് വെച്ചാൽ വിളിച്ച് സ്ഥിരമുള്ള സംസാരങ്ങള്, അല്ലെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞാൽ ഒരാൾ നമ്മുടെ പേഴ്സണൽ സ്പേസിൽ കയറി കഴിയുമ്പോഴത്തേനുള്ള ആളും നമ്മുടെ അടുത്തൊരു ഫ്രണ്ട്ഷിപ്പിൽ നിൽക്കുമ്പോൾ, സാധാരണ ഒരു ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പിൽ നിൽക്കുന്നതും നമ്മുടെ പേഴ്സണൽ സ്പേസിൽ കയറി കഴിഞ്ഞാലുള്ള ആൾക്കാർ വ്യത്യാസമാണ്. എല്ലാവരും അതെ, എല്ലാവരും. അത് ചിലര് നമുക്ക് പ്രശ്നങ്ങളാണ്, ചിലര് നല്ലതാണ്, ചിലര് നമുക്ക് പറിച്ചു മാറ്റാൻ പറ്റത്തില്ലാത്ത പോലെ ആൾക്കാരാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചുള്ളൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരാളോട് സംസാരിച്ച് ഒരാളോട് കൂട്ടുകൂടുകയെന്ന് വെച്ചു, എനിക്ക് പിന്നെ രഹസ്യങ്ങളൊന്നുമില്ല. എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാനിങ്ങനെ അവരോട് പറയും. അവരോട് വലിയ ബന്ധമൊന്നും വേണമെന്നൊന്നുമില്ല. അപ്പോൾ ശരണ്യയായിട്ട് 2 ദിവസം വിളിച്ച് സംസാരിച്ചാൽ 2ാമത്തെ ദിവസം എനിക്കറിയത്തില്ല ഇത് ഒളിച്ചു വെക്കേണ്ടതാണ്, ഇത് പറയരുതാത്തതാണെന്നുള്ള ഒരു കാര്യങ്ങളും ഇല്ല. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറയും, എൻ്റെ മനസ്സിലിരിക്കത്തില്ല, ഞാനിങ്ങനെ പറയും. അതിന് എനിക്ക് കുറേ പ്രശ്നങ്ങൾ അങ്ങനെ വന്നിട്ടുണ്ട് ഇങ്ങനെ പറയുന്നത് കൊണ്ട്. ഇപ്പോൾ ചേട്ടായിയൊക്കെ എപ്പോഴും എന്നോട് പറയും, എടി നീ ഇങ്ങനെ എല്ലാവരെയും വിശ്വസിച്ചല്ലോ ഇങ്ങനെ പറയരുത്, എപ്പോഴും പറയും എന്നോട്, നീ ഇങ്ങനെ എല്ലാവരോടും ഇങ്ങനെ എല്ലാം പറയരുതെന്ന് എപ്പോഴും വഴക്ക് പറയും. എന്നിട്ട് ഞാൻ അറിയാതെ പറയും, മനസ്സിലുണ്ട് ശരണ്യോട് ഇത് പറയരുതെന്നുണ്ട്, പക്ഷെ ഞാൻ അറിയാതെ പുറത്തു. ഇതെന്നെ ഞാനും ഇങ്ങനെ ഒരാളാണ്, ഇവരെല്ലാവരും സംസാരിക്കും ഭയങ്കര പെട്ടെന്ന് കൂട്ടാവും, എന്നിട്ട് നമ്മുടെ കാര്യമൊക്കെ അയ്യോ നമ്മൾ വർഷങ്ങൾ പഴക്കമുള്ള പോലെ പറയും. ഇങ്ങനെയൊക്കെ ഈ സ്ഥലത്തിന്റെ കേസ് പറഞ്ഞപ്പോഴാണല്ലോ അത് മുഴുവൻ പറയരുതെന്ന് എനിക്ക് ഉണ്ടാവുകൊണ്ടാണ് ഞാൻ ഹിന്റ് തന്ന് വിട്ടത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്ത ഞാൻ വിചാരിച്ചത് മമ്മി പറയുന്നത് പറഞ്ഞില്ലല്ലോ, ആരാന്ന് ഞാൻ ഇല്ല. എന്നാലും അല്ല ഇത് ചിലത് നമ്മൾ രജിസ്റ്റർ ആക്കിയിട്ട് തന്നെ പോകണം. ഇപ്പൊ ചേച്ചി പറഞ്ഞ എന്റെ റൂംമേറ്റ്സ് ഇപ്പൊ അതുകൊണ്ട് ഇപ്പൊ പറയുന്നതാണ് എന്നോട്, നീ വെളിയിൽ ഇറങ്ങുമ്പോൾ വാ തുറക്കരുത്. അതിപ്പോ ആരെങ്കിലൊക്കെ എന്നെ പരിചയപ്പെട്ടിട്ട് വന്നിട്ട് ഹായ് എന്നൊക്കെ പറഞ്ഞു, ചേച്ചി സന്തോഷം ചേച്ചി തോന്നുന്നു, എന്നിട്ട് ഞാൻ വാഴക്കും ചേച്ചി വാ തുറന്നാൽ നമ്മുടെ എല്ലാം പോയി. അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇപ്പം ഞങ്ങളിപ്പോ കല്യാണത്തിന് പോയിട്ട് വന്നാണല്ലോ, അപ്പൊ അവിടുത്തെ ചേച്ചി ഇതാ കേട്ടോ ബിൻസി ഇതേം പറയാം മമ്മി ഞാൻ
നമുക്ക് ആ സംഭവം ഇല്ല. ഇവർക്ക് ഭയങ്കര സംഭവമാണ്. നമുക്ക് ആ സംഭവം ഇല്ല. നമ്മളിങ്ങനെയാണല്ലോ നടക്കുന്നത്. നമുക്ക് വലിയ സംഭവമായിട്ട് എനിക്കങ്ങനെ ശരണ്യക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഒരു വലിയ ഞാനാണെന്നല്ല, ശരണ്യയെ തന്നെ തോന്നിയിട്ടുണ്ടോ? നമ്മളിങ്ങനെ ആണല്ലോ. ഞാൻ ഭയങ്കര ഇപ്പം ജിനു എന്നെ കണ്ടിട്ടില്ല. ജിനുവിന് ഇവിടെ ഇരിക്കാൻ മടിയായിരുന്നു. അപ്പൊ ജിനുവിനോട് ഞാൻ പറഞ്ഞു, നമ്മള് ക്യാമറ ഓൺ ആക്കാതെ കുറെ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവളെ ജിനുവിനോട് ഞാൻ പറഞ്ഞു നമ്മുടെ ഇന്റർവ്യൂ കഴിഞ്ഞു. നമ്മുടെ അതായത് നമ്മൾ എന്താണോ അതാണ് നമ്മള്. പിന്നെ അതില് എന്റെ ഇന്റർവ്യൂ അല്ല ശരിക്കും, ടോക്ക് ഷോ എന്നുള്ളതാണ് ശരിക്കുള്ളൊരു ഇത്. ഇന്റർവ്യൂ എന്ന് പറയുന്നത് നമ്മൾ കുറച്ചുകൂടെ ഒക്കെ ആധികാരികമായിട്ട് കുറച്ചുകൂടെ, അത് രാവിലെ 2 എണ്ണം കഴിഞ്ഞു, അത് 2 കുറച്ച് ആധികാരികം. ഇത് നമ്മള് കുറെ കൂടെ നമ്മുടെ സൗഹൃദം, നമ്മളെ കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ ഇങ്ങനെ ആഗ്രഹിക്കും. അതിനിടയ്ക്ക് നമ്മുടെ കഷ്ടപ്പാട് പറയും, കുശുമ്പും കുന്നായ്മയും. സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ സിമിലർ കണ്ടീഷനിൽ നിന്ന് വന്നിട്ട് എന്ന് വെച്ചാൽ അതൊരു ബോണ്ടാണ്. നമുക്ക് മനസ്സിലാക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും എന്നതൊക്കെ ആയിരുന്നു എന്നും ഇപ്പൊ എന്താണെന്നുള്ളത് നമുക്ക് തീർച്ചയായും. അന്ന് വീട്ടില് മമ്മി വീട്ടിൽ വന്നപ്പോഴേ എനിക്ക് മിൻസി ചേച്ചി കുറെ മാലയൊക്കെ തന്നായിരുന്നു. നല്ല രസമുള്ള കുറെ മാല, അതൊക്കെ ഇപ്പോഴും വീട്ടിലിരിപ്പുണ്ട്. പക്ഷേ ഞാൻ ഇടയ്ക്കിടത്തിടും. അപ്പൊ ഞാൻ എപ്പോഴും അതെടുക്കും. ആ മിൻസി ചേച്ചി തന്നത് ഞാനത് എനിക്ക് ഷിനി തന്നത്. അതിനകത്തൊരു കാര്യം വെച്ചാൽ നമുക്ക് ഇതുപോലെ സത്യം പറഞ്ഞാൽ ഒരിടയ്ക്ക് ഈ പറയുന്ന ഈ വെള്ളപ്പൊക്കമൊക്കെ കഴിഞ്ഞിട്ട് ഒരിടയ്ക്ക് കിട്ടിയത് മുഴുവൻ നമ്മൾ തുണി മേടിച്ചത് വളരെ കുറവ്. എൻ്റെ ഡ്രസ്സുകളൊന്നും തന്നെ ഞാൻ മേടിക്കുന്ന ഡ്രസ്സുകളല്ല ഇതുപോലും. അപ്പം മനസ്സിലാക്കാലോ, ഞാൻ ഇടുന്നതൊന്നും എൻ്റെ അല്ല, മമ്മിക്ക് കൊടുക്കുന്നത് നടിച്ചു മാറ്റിയായിരുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് ഞാനൊക്കെ കണ്ടപ്പോ ഒരു ഇതൊക്കെ പിന്നെ അവൾ ഉടുത്തു നിൽക്കുന്നോണ്ട് മാത്രം ചോദിക്കാറില്ല. വേറെ സെപ്പറേറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ചോദിച്ചത്. ഇതുപോലെ എൻ്റെ ഒരു കസിൻ ചേച്ചിയുടെ കൊച്ചു ഇതുപോലെ അവളുടെ വീട്ടിൽ ഞാൻ ചെന്നപ്പോൾ ഞാൻ സാരി എടുത്തു നിൽക്കാം. ആന്റി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പറഞ്ഞു. 2 ദിവസം പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇതായി. ഞാൻ മോനെ എടുത്തോളാൻ പറഞ്ഞു. എന്നിട്ട് അവളുടെ ഒരു ഉടുപ്പിട്ടോണ്ട് ഞാനിങ്ങനെ പോന്നു. നമുക്കതാണ് നമ്മൾക്ക് ഇതൊക്കെ നമുക്കെന്ന് പറഞ്ഞാലുണ്ടല്ലോ, നമ്മളൊക്കെ കൊതിച്ചൊരു സമയം ഉണ്ട് സത്യം പറഞ്ഞാല്. എന്നുവെച്ചാൽ നമുക്ക് എന്നുവെച്ചാൽ അങ്ങനെ കിട്ടുമായിരുന്നു. ജിനുവിനൊന്നും നല്ല ഫ്രണ്ട്സ് പോലും ഇല്ലായിരുന്നു. ഒരു +1 +2 എനിക്കൊരു മൂശയുടെ സ്വഭാവം. കാരണം മൂശയുടെ സ്വഭാവം മാത്രമല്ല, ഒരു കൊള്ളാവും. നമുക്ക് ഫ്രണ്ട്സ് ഒക്കെ വേണമെങ്കിലേ നമുക്ക് ഇച്ചിരി ഒരു ഡ്രസ്സും തല നല്ല പോലെ എണ്ണയൊക്കെ വെച്ച് ചീകി പരത്തി എണ്ണ ഇറങ്ങി കഴിയുന്നതിന് മുഖത്തൊരു എണ്ണക്കറുപ്പ് വരും. അതൊക്കെയായിരുന്നു പണ്ടത്തെ നമ്മളുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ. എന്ന് വെച്ചാൽ ആരെ മുഖത്തും നോക്കത്തില്ല, ഇങ്ങനെ എന്നോട് എത്ര പേര് ഇപ്പോഴും ചോദിക്കും, തല്ലാൻ വരുകൊണ്ടു നീ എന്ന് ചോദിക്കും. ആ ഒരു സെറ്റപ്പ്. അതുകൊണ്ട് പിന്നെ എനിക്ക് ആകെ എപ്പോഴും എനിക്ക് ഒന്നെങ്കിൽ ഒരാളിൽ 2 പേര്, അല്ലാതെ അതിൽ കൂടുതൽ എനിക്ക് ക്ലോസ് ഫ്രണ്ട്സ് കാണത്തേ ഇല്ല. ഞാൻ ഇപ്പൊ ഭയങ്കര പരിമിതിപ്പെടുത്തി എൻ്റെ എൻ്റെ സ്വഭാവം ഇതാന്ന് എനിക്ക് അറിയാലോ. മോശ സ്വഭാവമാണല്ലോ, കാരണം കാണുന്നവർ എല്ലാം വെട്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന സ്വഭാവമാണ്. അപ്പൊ ഞാനിപ്പോ അതിനെ കൺട്രോൾ ചെയ്തു. ഇപ്പൊ ഓരോരുത്തരോട് സംസാരിക്കുമ്പോൾ വളരെ വേണ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രം സംസാരിച്ച് അവരോട് കൂടുതൽ ഞാൻ അടുപ്പം ഉദാഹരണം പറയുന്നില്ല. ഈ കുഞ്ഞിപ്പിള്ളേർ നാക്ക് നീട്ടുമ്പോൾ നമ്മൾ നാക്കിനെ ഞൊട്ട് കൊടുത്ത് അവസാനം അവര് നാക്ക് പുറത്തിടണ വേണ്ടെന്ന് ചിന്തിക്കില്ല. അതാണിപ്പോ സൗഹൃദം ഉണ്ടായിരുന്നു. പക്ഷെ എന്താ വെച്ചാൽ ഇങ്ങനെ കൊട്ട് കിട്ടാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേന് ചെറുതായിട്ട് പഠിക്കാൻ തുടങ്ങി. അത് മറ്റൊന്നുമല്ല. പിന്നെ ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഞാൻ ചേച്ചിയോടും പറയാണ്, ഞാൻ ഇരിക്കുന്ന പൊസിഷനിൽ നിന്ന് ഞാൻ പറയാണ്, ഞാൻ പണ്ട് ഒരുപാട് സംസാരിക്കുന്ന ആളാണ്. പക്ഷെ ഇപ്പൊ ഞാനത് പരിമിതപ്പെടുത്തി. അതായത് നമ്മളൊരു ലെവലിലേക്ക് എത്തുമ്പോൾ നമ്മൾ 1000 വാക്കുകൾ പറഞ്ഞെടുക്കും, നമ്മൾ 500 ആക്കി ചുരുക്കണം എന്നാണ്. 500 ചുരുക്കണം 100. അതായത് 100 വാക്ക് മതി നമുക്ക് സംസാരിക്കാം. കാരണം അത് നമ്മുടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യും. കുറെ അന്ന് നമ്മളെ കേൾക്കാൻ ചിലപ്പോൾ 1-2 ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളായിരിക്കാം. പക്ഷെ ഇന്ന് നമ്മളെ ഉറ്റുനോക്കുന്ന സത്യം പറഞ്ഞാൽ ലക്ഷങ്ങളുണ്ട്. അതെ, ലക്ഷമുണ്ട്. 4 ലക്ഷം അല്ലേ? 4 ലക്ഷമായി. ഞാനിപ്പോ അസൂയ, ചേച്ചിക്ക് യൂട്യൂബിൽ 4 ലക്ഷം, ഫേസ്ബുക്കിൽ കണ്ടു 4 ലക്ഷം 1 ലക്ഷം എന്നൊക്കെ പറഞ്ഞപ്പോ ഞാനിങ്ങനെ ആലോചിക്കും, 4 ലക്ഷം ഒക്കെ ആയല്ലേ. അത് കഴിഞ്ഞിട്ട് ചേച്ചി കുറച്ചു മുമ്പ് എന്നോട് പറഞ്ഞില്ലേ, അല്ലെ കൊച്ചല്ലേ യൂട്യൂബിലെ കാര്യം. അപ്പൊ ഞാൻ ഇച്ചിരി ആശ്വാസം. ഞാൻ യൂട്യൂബിലായിട്ടില്ല. ഞാൻ പറഞ്ഞു, ഞാൻ പ്ലേ ബട്ടൺ ആദ്യമായിട്ടാണ് കാണുന്നത് നേരിട്ട്. ഞാൻ ചോദിച്ചു ചേച്ചോട് ഇതിന് എന്ന് കിട്ടുമോ. അപ്പോഴാ പറഞ്ഞു ആശ്വാസം. ഫേസ്ബുക്കിലെ